ഇവിടെ പണം ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് കച്ചവടം, തിജാറത്ത്. വസ്തുക്കൾ, അയ്യാനുകളോ മനാഫികളോ, ചുരുക്കി പറഞ്ഞാൽ ധനം എന്ന് പറയാം, സമ്പത്ത് വാങ്ങി വിറ്റ് അതിലൂടെ ലാഭം ഉണ്ടാക്കുക. ഈ പരിപാടിയാണ് ഇപ്പം തിജാറത്ത്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ലിവറളിരിബിഹി എന്നാണ് തിജാറത്തിൻ്റെ നിർവചനത്തിൽ ഖത്തീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി മോഹിനിയിൽ പറഞ്ഞെടുത്ത് കാണാൻ. ലിവറളിരിബിഹി, ലാഭം കിട്ടാൻ വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി വാങ്ങി വിൽപ്പന നടത്തുക. നല്ല ഒരു ജീവനോപാധിയായ മാർഗവുമാണ്. അഫ്ളലുൽ മക്കാസിബുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ തിജാറത്ത്. ഇവിടെ തിജാറത്ത് നടത്തണമെങ്കിൽ മൂലധനം വേണം. കച്ചവടത്തിന് മുതൽ മുടക്കുണ്ട്. ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ പണമുണ്ട്, മൂലധനമുണ്ട്, മുടക്കമുതലുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് കച്ചവടം ചെയ്യാൻ, ബിസിനസ് നടത്താനുള്ള സമയമല്ല, അല്ലെങ്കിൽ ഐഡിയ അല്ല. ഇങ്ങനെ വരും. എന്നാൽ മറ്റൊരാൾ, അദ്ദേഹം ബിസിനസ്സിന് നല്ല പണവും നല്ല സമയമുണ്ട്, ഐഡിയ ഉണ്ട്, പക്ഷേ കാശ് മുടക്കാനില്ല. ഇവിടെ ഇനി കാശ് തന്നെ ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ മാത്രമായി ഉദ്ദേശിച്ചതിലുള്ള മൂലധനം മുടക്കാൻ ഉണ്ടാകൂല. അങ്ങനെ ആകുമ്പോൾ പലരും കൂടി കാശെടുത്ത് നടത്തുക. ഇവിടൊക്കെ നമ്മുടെ ഇസ്ലാം പൊതുവെ നമുക്ക് പലരും കൂടി കൂട്ടായി നടത്തുന്ന ബിസിനസ് എന്ന നിലക്ക് ഷെയർ ബിസിനസ് എന്നതിനെ കുറിച്ച് പറയാം. കൂട്ടായി നടത്തുമ്പോൾ പല അർത്ഥത്തിൽ കൂടാറുണ്ട്. ഒരാളുടെ പണം, മറ്റൊരാളുടെ പണി, ഒരാളുടെ മാലും ഒരാളുടെ അമലും കൂടിയിട്ട് കൂടാറുണ്ട്. അപ്പോഴും രണ്ടാളും കൂടി കൂട്ടമായി നടത്തുന്നൊരു ബിസിനസ്സാണ്. ലാഭം രണ്ടാൾക്കും ലഭിക്കും. അല്ലെങ്കിൽ രണ്ടാളുടെ ഒന്നിലേറെ ആളുകളുടെ പണം തന്നെ കൂടിയിട്ട് നടത്താറുണ്ട്. ഫിഖ്ഹിൽ അങ്ങനെ ഖിറാദ്, ശിർക്കത്ത് എന്ന് രണ്ടാക്കി തിരിച്ചു. സത്യത്തിൽ നമ്മുടെ ദീനിൽ ബൈഅ്, ഇജാറത്ത് തുടങ്ങിയ പലതിനും നിശ്ചയിക്കപ്പെട്ട ചില അടിസ്ഥാന വ്യവസ്ഥകൾ, ചില അടിസ്ഥാന നിബന്ധനകൾ ഈ ഖിറാദ് പോലെയുള്ളതിലൊന്നും കൃത്യമായി പാലിക്കാൻ കഴിയില്ല. എന്നിട്ടും ഒരു റുഖ്സയുടെ സ്വഭാവത്തിൽ എന്നുള്ള ഒരു ആവശ്യമുള്ള വിഷയമാണ് എന്ന നിലക്കാണ് ശരീഅ് അതിനെ അനുവദിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ഫുഖഹാ പറയുന്നത് കാണാം. ഖത്തീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി മോഹിനിയിൽ ഖിറാദിൻ്റെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിടത്ത് പരാമർശം കാണാം. അതിനെ മുസാഖാത്തിനോട് ഖിയാസാക്കിക്കൊണ്ട് സംസാരിക്കുന്നിടത്ത് ജുവ്വിദലിൽ ഹാജത്തി, ഹാജത്തിൻ്റെ പേരിൽ എന്നാണ് പൊതു ചില ഖവാഇദ് മറ്റ് ചില ബാബുകളുടെ ലവാബിത്തുമായി അത് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിലും ഒരു ഹാജത്തിൻ്റെ പേരിൽ അനുവദിക്കപ്പെട്ട എന്നാൽ അള്ളാഹു അനുവാദം നൽകിയതാണ്. അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ഹാജത്ത് എന്നുള്ള ഹിക്മത്താണ് ഉള്ളത് എന്ന അയിമത്തുകൾ വിശദീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവിടെ ഫുഖഹാ പറഞ്ഞു, ചിലപ്പോൾ കച്ചവടത്തിന് മൂലധനം പണം കൈവശമുള്ളവന് തിജാറത്തിന് മുഹ്സിൻ, അത് അറിയുന്നവനാവണമെന്നില്ല. തിജാറത്ത് അറിയുന്നവനോ അതിനുള്ള ചിലപ്പോൾ മാലുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരാളുടെ മാലും ഒരാളുടെ അമലും ഖിറാവാകുമ്പോൾ, ശിർക്കത്താകുമ്പോൾ വ്യത്യസ്ത ആളുകളുടെ മാല്, ഇതെല്ലാം കൂടിയിട്ട് എല്ലാവർക്കും പണം സമ്പാദിക്കാനുള്ള ഒരു ഹാജത്ത് മസ്ലഹത്തിൻ്റെ പേരിൽ ഇസ്ലാം അത് അനുവദിച്ചു എന്ന് നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകൾ പറയുന്നുണ്ട്. അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോത്സാഹനം കൂടിയുണ്ട്. കാരണം ഇവിടെ പണക്കാരൻ്റെ പണവും പണിക്കാരൻ്റെ പണിയും കൂടിയിട്ട് രണ്ടാൾക്കും ലാഭം ഉണ്ടാക്കുമ്പോൾ രണ്ടാളും പരസ്പരം ഒരു സഹായമുണ്ട്. കാശ് കയ്യിലുണ്ടായിട്ട് കച്ചവടം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരാൾക്ക് ഓനക്ക് ലാഭം ഉണ്ടാക്കാനൊരു സഹായമാണ് മറ്റവൻ അത് ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നു എന്നത്. ഉദ്ദേശിച്ച ബിസിനസ് ചെയ്യാൻ കാശ് കയ്യിലില്ലാത്ത ഒരാൾക്ക് എന്നാൽ ഐഡിയയും സമയമൊക്കെ ഉള്ളവന് മറ്റൊരാളെ കാശ് കിട്ടിയെന്നത് സഹായം. അപ്പോൾ ഒരു പരസ്പര സഹായമുണ്ട്. അതുകൊണ്ടാവാം അതിൻ്റെ പ്രോത്സാഹനങ്ങൾ ഹദീസിൽ കാണുന്നുണ്ട്. ഞാനീ പറഞ്ഞൊക്കെ ഖിറാദ് ശിർക്കത്തിൻ്റെ എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്, അനുവദനീയമായ എല്ലാ വകുപ്പുകൾക്കും. കാരണം പറഞ്ഞാൽ അതിലൊക്കെ ഒന്നിന് ഖിറാദ് എന്നും ഒന്നിന് ശിർക്കത്തെന്നും പറയുന്നെങ്കിൽ ഒരു കൂട്ടായ്മ രണ്ടിലുമുണ്ട്. ഒന്നിന് മാലും അമലും ആകുമ്പോൾ മറ്റേ രണ്ട് ഭാഗത്തൊന്നും മാലുണ്ട് എന്ന് മാത്രം. ഒരു ഖുദ്സിയ ഹദീസിൽ കാണാം, സ്വഹീഹ് ഹദീസാണ്, അന സാലിസു ശരീക്കൈൻ മാലം യഖുൻ അഹദുഹുമാ അൽ ആഖറ ഫൈദാ ഖാനഹു ഖറജ്തു മിൻ ബൈനിഹിമാ. ഇങ്ങനെ ഷെയർ ബിസിനസ് നടത്തുമ്പോൾ അള്ളാഹു അനുവദിച്ച ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അമാനത്തിൻ്റെ രൂപത്തിൽ
ശരീഅത്തനുസരിച്ച് ഷെയറായി, കൂട്ടായി, പങ്കാളികളായിക്കൊണ്ട് ബിസിനസ് നടത്തിയാൽ, രണ്ടാളങ്ങനെ ഒരു ഷെയർ ബിസിനസ് നടത്തുമ്പോൾ മൂന്നാമനായി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹായം അവർക്കുണ്ടാകും. മാലം യഹുൻ അഹദുഹുമൽ ആഖിറ, ഖിയാനത്ത് ചെയ്യാതിരിക്കുമ്പോൾ, ഒരാൾ മറ്റൊരാളെ ഖിയാനത്ത് ചെയ്യാതിരിക്കുമ്പോൾ, വഞ്ചന കാണിക്കാതിരിക്കുമ്പോൾ. അതേസമയം ഫൈദാ ഖാനഹു, ഷെയർ ബിസിനസ് നടത്തുന്ന രണ്ടിൽ ഒരാൾ പണം നൽകിയവനിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് നടത്തുന്ന ആ ബിസിനസ് നടത്തുന്ന വ്യക്തി മറുകക്ഷിയെ ഖിയാനത്ത് ചെയ്താൽ, വഞ്ചിച്ചാൽ, ഖറജുതു മിൻ ബൈനിഹിമ, പിന്നെ എൻ്റെ സഹായം ഉണ്ടാകൂല, എൻ്റെ സഹായം ഞാൻ എടുത്തു കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതായി ഖുദ്സിയായ ഹദീസിൽ ഉണ്ട്. മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം, ഫി സലാസത്തി ബറക്ക, സലാസുൻ ഫീഹിന്നൽ ബറക്ക, 3 കാര്യത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് തുടങ്ങിയതിൽ ഒന്ന് അൽ ബൈഉ ഇലാ അജൽ, സാധനം വിൽക്കുമ്പോൾ അവധി കൊടുത്തുകൊണ്ട് വിൽക്കുക. മറ്റൊന്ന് വൽ മുഖാറദ, ഖിറാന് നടത്തുന്നതിൽ ബറക്കത്തുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ഒരു സഹായം അതിൽ വരുന്നുണ്ട്. 3 2 സാമ്പത്തികമാണ്. അൽ ബൈഉ ഇലാ അജലിൻ, മുഅജ്ജലായ ബൈഇലൊരു ബറക്കത്തുണ്ട്. കാരണം അതിൽ ഒരാൾക്ക് മറ്റൊരാൾക്കൊരു ആശ്വാസം അതിൽ നൽകലുണ്ട്. അതുപോലെ മുഖാറദ, ഖിറാദ്, അതിലും ബറക്കത്തുണ്ട്. സലാസുൻ ഫീഹിന്നൽ ബറക്ക എന്ന ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ഇരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഖിറാദിനെ കുറിച്ചാണ് ഞാൻ കുറഞ്ഞ ഭാഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഞാൻ എന്തിനാ അത് പറയുന്നത്? നമ്മുടെയൊക്കെ പള്ളിയിൽ വരുന്ന, നമ്മളോടൊപ്പം നിസ്കരിക്കാൻ വരുന്ന, നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന പലരും അങ്ങനെ ബിസിനസ്സിലേക്ക് കാശ് കൊടുത്ത് ലാഭം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലർ ബിസിനസ്സിലേക്ക് കാശ് വാങ്ങി ലാഭം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പരസ്യങ്ങളിലൊക്കെ തന്നെ പറയലേ ഹലാലായ വരുമാനം എന്നാണ്. അത് ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് അബദ്ധത്തിലായി പോകുന്നുണ്ട്. അതൊന്നും കൊണ്ട് ശരിയാക്കിയെടുക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ, നമ്മളെ റമദാൻ ക്ലാസ്സിലും മറ്റൊക്കെ ഒന്ന് ഉണർത്തിയാൽ, അങ്ങനെയൊക്കെ വന്നാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് ഇത്ര വിഷയങ്ങൾ ചിലയിടത്തൊക്കെ സംസാരിക്കുന്നത് കേട്ട് ചിലർ വന്നിട്ട് ഉസ്താദ് അത് പറഞ്ഞ അവിടുന്ന് കേട്ടപ്പോഴാണ്. ഈ അടുത്ത് ഒരു ടീമിൻ്റെ അടുത്ത് വന്ന് ഓര് പറഞ്ഞു, ഉസ്താദ് ഇന്ന കൊണ്ടൂരിൽ അന്നവിടെ പ്രസംഗിച്ച ആ ഒരു പ്രസംഗം ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കേട്ടു. അപ്പം അതൊന്നും ഞങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ പലതും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി, അതൊന്ന് വിശദീകരിക്കാണ്. അപ്പം ചിലതൊക്കെ കരാറൊക്കെ പൊളിച്ച് ചെയ്തേണ്ടി വരും, പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിക്കാം. പക്ഷെ ഇത് ആരാപ്പം പറഞ്ഞത്, ദീനീ ബോധമുള്ളവരാണ് ഇതിലൊക്കെ വന്ന് പെട്ടുകിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഭാഗം പറയുന്നത്. നമുക്കറിയാം, ഖിറാദ് എന്ന് പറഞ്ഞാൽ ഖിറാദ് ഏറ്റവും മിനിമം രൂപം പണം നൽകുന്ന ഒരാൾ, അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ. അപ്പോൾ മിനിമം രൂപം അതാണ്. ഒക്കെ ഞാൾ കൂടാം. അപ്പോൾ പണം നൽകുന്ന ആൾ നമ്മുടെ ഭാഷയിൽ മാലിക് എന്ന് ഫിഖ്ഹിൽ പറയും. പണം നൽകുന്ന ഉടമസ്ഥൻ, മൂലധനത്തിൻ്റെ ഉടമസ്ഥൻ. ആ മൂലധനം വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യക്തിയെ നമ്മുടെ ഫിഖ്ഹിൽ ആമിലി എന്നും പറയും. അപ്പോൾ ഖിറാദിൻ്റെ മിനിമം രൂപം ഒരു മാലിക്കും ഒരു ആമിലും. ഇവിടെ ഒരുപാട് ഷർത്തുകളുണ്ട്. മർമ്മമായ ചില ഷർത്ത് മാത്രം ഇന്ന് ഛർദ്ദിക്കപ്പെടാതെ പോകുന്നത്, എന്നാൽ നമുക്ക് കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതും അതിപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം കൂടി അർത്ഥമുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നാണ് നമുക്കറിയാം, ലാഭം ഈ 2 പേർക്കും മാത്രമാവണം. മൂന്നാമത്തെ ഒരാൾക്ക് ലാഭം വ്യവസ്ഥയിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും മിനിമം രൂപം ഖിറാദിൽ 2 ആൾ വെക്കുക, പിന്നെ ആൾ കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും കൂടി ഒന്നുണ്ട് പറയും. മിനിമം രൂപം ഒരു മാലിക്ക്, കാശ് മൂലധനം കൊടുക്കുന്ന ആൾ മാലിക്കാണ്. ആ കാശ് വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഭാഷയിൽ ആമിൽ. ഇപ്പം ഖിറാദ് നടക്കണമെങ്കിൽ ചുരുക്കത്തിൽ 2 ആൾ വേണം. ഇവിടെ ഈ ലാഭം, ഇത് മുഖേന വരുന്ന ലാഭം ഇവർക്ക് 2 ആൾക്കും മാത്രമേ ഷർത്ത് ചെയ്യപ്പെടാൻ പറ്റൂ. അതിൽ മറ്റൊരാൾക്ക് ഷർത്ത് ചെയ്യപ്പെടാൻ പാടില്ല. മറ്റൊരാൾ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മാലിക്കും ആമിലും അല്ലാത്ത ഒന്നിലേറെ മാലിക്കുകൾ വരാം. അത് ഞാൻ പിന്നീട് ചെറിയ ഭാഗം ഉണർത്തും. ഒന്നിലേറെ ആമിലുകളും വരാം, അപ്പോൾ പ്രശ്നമില്ല. അതേസമയം മാലിക്കും അല്ല ആമിലും അല്ല, അങ്ങനത്തെ ഒരാൾക്ക് പിന്നെ ആ ഖിറാദിൻ്റെ വ്യവസ്ഥയിൽ ലാഭവിഹിതം കരാർ ചെയ്യപ്പെടാൻ പാടില്ല. ഇന്ന് നടക്കുന്ന ചിലതിൽ അങ്ങനെയുണ്ട് എന്നേ ഇപ്പോൾ പറയുന്നുള്ള രൂപങ്ങളും പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അതൊരു പ്രധാന നിബന്ധനയാണ്.
രണ്ടുപേർക്കും ലാഭവിഹിതം, അവർക്ക് നിബന്ധന വെക്കപ്പെട്ട ലാഭവിഹിതം അവർക്ക് ലഭിച്ചാൽ അത് അവരുടെ മിൽക്കാണ്, അവർക്ക് സൗകര്യം പോലെ ആർക്കോ കൊടുക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യാം. അതിപ്പോൾ പറയേണ്ട സംഗതി ഇല്ലല്ലോ. പക്ഷെ ആ കിറാവിൻ്റെ വ്യവസ്ഥയിൽ അവർ തമ്മിലുള്ള കരാറിൽ എൻ്റെ അടുത്ത് തന്നെ വന്നതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മാലിക്കും ഒരു ആമിലും, പക്ഷെ ലാഭം അവർ 3ആയിട്ട് ഓഹരി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടാളും അല്ലാത്ത പുറത്തേക്കൊരു ലാഭവിഹിതയിൽ വെച്ചിട്ടുണ്ട്, അവരെ കരാറിൽ തന്നെയുണ്ട്. അങ്ങനെ പറ്റൂല, ഷർത്ത് അങ്ങനെ വരാൻ പറ്റൂല. വഖ്തിസാസുഹുമാ ബിർരിബ്ഹി, ലാഭം ഈ 2 പേർ മാലിക്കിനും ആമിലിനും മാത്രമായിരിക്കണം. മാലിക്കും ആമിലും അല്ലാത്ത ഒരാൾക്ക് ലാഭം ഷർത്ത് ചെയ്യാൻ പാടില്ല, ലാഭത്തിൻ്റെ ഇസ്തിഹഖാഖ് നിശ്ചയിക്കാൻ പാടില്ല. ഇരിക്കട്ടെ. മറ്റൊന്ന് വകൗനുഹു മഅലൂമൻ ബിൽ ജുസ്ഇയ്യ, ഇങ്ങനെ ബിസിനസ്സിലേക്ക് കാശ് നൽകി ലാഭം വാങ്ങുമ്പോൾ, ബിസിനസ്സിന് വേണ്ടി കാശ് വാങ്ങിയിട്ട് ലാഭം കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ആ ലാഭവിഹിതം മാലിക്കിന് എത്രയാണ് ആമിലിന് എത്രയാണ് എന്ന് കൃത്യമായി നിശ്ചയിക്കപ്പെടണം. വകൗനുഹു മഅലൂമൻ ബിൽ ജുസ്ഇയ്യ, അതിൽ 2 വിഷയമുണ്ടല്ലോ. ഒന്ന് മഅലൂമാവണം. ഇന്ന് പലരും നമ്മുടെ നാടുകളിൽ ഹാജിയന്മാർ, ഉമറാക്കൾ, മൗലവിമാരുണ്ടോയെന്നറിയൂല. അപ്പോൾ ബിസിനസ്സിലേക്ക് പലരും കച്ചവടത്തേക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ഓല് എന്താ പറഞ്ഞത്? ലാഭത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തരണ്ട്. അങ്ങനെ പറഞ്ഞ കുറേ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ലാഭത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തരും. അപ്പം ചിലർക്കത് കൃത്യമായി പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് വരുന്നൊരു പ്രശ്നം കൂടി അതിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർ കൃത്യമായി പറയാൻ പാടില്ലല്ലോ, അതുപോലെ ഹലാലാക്കാനുള്ളൊരു വകുപ്പെടുത്തതാണ് എന്തെങ്കിലുമൊക്കെ തരട്ടെ. കാശില്ല, ബിസിനസ് നടത്തുന്ന ആൾ പണം വാങ്ങുന്നു, ഒരാൾ 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വാങ്ങുന്നു, ലാഭത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരണ്ടിട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ലാഭത്തിൽ നിന്ന്, എന്താണ് നിങ്ങൾക്ക് ലാഭം എത്ര നിങ്ങൾക്ക് വെച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും തരാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഖിറാൽ ഇസ്ലാമികല്ല, അത് സഹീഹ് അല്ല, അത് ഫാസിദായ ഖിറാലാണ്. ഖിറാലിൻ്റെ വകുപ്പിൽ വരുമ്പോൾ ചിലത് കർലിക്ക് പോകുന്നത് ഞാൻ പിന്നീട് ഉണർത്താം. ഖിറാലിന് ലാഭക്കൂറ് കച്ചവടം എന്ന പയോസ്താമൻ അർത്ഥം വെച്ച് തരില്ലേ. ഏതായാലും ഒരാൾ കാശ് മുടക്കി മറ്റാൾ ആ കാശ് കൊണ്ട് ബിസിനസ് ചെയ്യുന്നു. സൈലന്റ് പാർട്ട്ണർഷിപ്പ് സിഫത്തുല്ലാ സഖാഫി. അപ്പോൾ അത് ഒരാൾക്ക് പണം മുടക്കലേ ഉള്ളൂ, അതുകൊണ്ടാണ് സൈലന്റ് ആയത് അല്ലേ. ഒരാൾ അമല് ചെയ്യുന്നില്ല, ഒരാൾ ആമിലാണ്, മറ്റാൾക്ക് അമലില്ല, അതുകൊണ്ട് സൈലൻ്റായി. കാശ് കൊടുത്ത് ഉണ്ടായിരുന്നാൽ മതി എന്നുള്ളിടത്തോളായിരിക്കും. അപ്പോൾ ഇവിടെ 2ആൾക്കും ലാഭത്തിൽ അവകാശം വേണം, 2ആളല്ലാത്ത 3-ാമത്തെ ഒരാൾക്ക് വരരുത്. പക്ഷെ എന്താവണം പറഞ്ഞല്ലോ, ഇഖ്തിസാസുഹുമാ ബിർരിബ്ഹി വഷ്തിറാഖുഹുമാ ഫീഹി, 2 ഷർത്തുണ്ട്. ആദ്യം പറഞ്ഞ ഇഖ്തിസാസുഹുമാ ബിർരിബ്ഹി, ലാഭം 3-ാമതൊരാൾക്ക് വ്യവസ്ഥ ചെയ്യപ്പെടാൻ പാടില്ല. മറ്റൊന്ന് ഇഷ്തിറാഖുഹുമാ ബിർരിബ്ഹി, ലാഭത്തിൽ അവർ 2 പേർക്കും അവകാശം ഉണ്ടാവണം. മാലിക്കിനും ആമിലിനും, പണം കൊടുക്കുന്നവനും ബിസിനസ് നടത്തുന്നവനും 2ആൾക്കും ലാഭത്തിൽ അവകാശം ഉണ്ടാവണം. ഇത് ഷർത്ത. എന്നിട്ട് പറയാണ് വകൗനുഹു മഅലൂമൻ ബിൽ ജുസ്ഇയ്യ. ആ പറഞ്ഞ ഇബാറത്തിൽ തന്നെ 2 ഭാഗമുണ്ട്. ഒന്ന്, എന്തെങ്കിലും ലാഭത്തിൽ നിന്ന് തരാം, ലാഭത്തിൽ എനിക്കുണ്ടാവും ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ പറ്റൂല, കാരണം അത് മഅലൂമല്ല. പിന്നെയോ മഅലൂമാവണം. പക്ഷെ മഅലൂമാവുമ്പോൾ നിശ്ചിത സംഖ്യ നിശ്ചയിക്കാൻ പറ്റൂല. ലാഭത്തിൽ 5000 രൂപ മാസവീതമോ കൊല്ലം വീതത്തിലോ, കൊല്ലം വർഷമൊന്നും ഇല്ലാതെ തന്നെ ആണെങ്കിലും ഇത്ര നിശ്ചിത സംഖ്യ ലാഭമായി തരാം എന്ന് നിശ്ചയിക്കാനും പറ്റൂല. എന്തെങ്കിലും തരാം, എന്തെങ്കിലുമൊക്കെ തരണ്ടേ, ലാഭത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തരണ്ടേ. നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തും, വെറുതാക്കൂല. എന്നോട് ഒരാചാര്യൊന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ കരാർ എഴുതിയിട്ടില്ല, വാക്കാലാണുള്ളത്, അതിൽ നിങ്ങളെ തൃപ്തിപ്പെടും, നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുന്ന കോലത്തിൽ എന്തെങ്കിലുമൊക്കെ തരും, വെറുതാക്കൂല എന്നാണ് പറഞ്ഞിരിക്കണേ. പറ്റൂല, ഖിറാൽ ഫാസിദാണ്. കാരണം എന്തെങ്കിലും തരും എന്ന് പറഞ്ഞാൽ പോരാ, തരുന്നത് എത്രയെന്ന് കൃത്യമാക്കണം. എത്രയെന്ന് കൃത്യമാക്കുക എന്ന് പറഞ്ഞാൽ സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല. ബിൽ ജുസ്ഇയ്യ. അപ്പം ലാഭത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം. ആരോട്? ഈ കാശ് തരുന്ന ആളോട് പറയാണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾ പറയാണ്, ലാഭത്തിൻ്റെ പകുതി എനിക്ക് തരണം. അപ്പം അതിൻ്റെ അർത്ഥം പകുതി നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ 1/3 എനിക്ക് തരണം, ബാക്കി 2 നിങ്ങൾക്ക് എടുക്കാം. ഇനി അത് ശതമാന രൂപത്തിലേക്കാണെങ്കിൽ അതൊക്കെ ഈ പണം നൽകുന്ന വ്യക്തിയും കാശ് വാങ്ങി ബിസിനസ് നടത്തുന്ന വ്യക്തിയുടെയും സമ്മതപ്രകാരം ശതമാനങ്ങളൊക്കെ എത്രയും കൂടുകയോ കുറയുകയോ ചെയ്യാം. 50% 2ആൾക്കും അങ്ങനെ നിശ്ചയിക്കാം, 40%, 60% ആകാം, ഒരാൾക്ക് 90%, ഒരാൾക്ക് 10%, അങ്ങനെയാവാം. അതൊക്കെ സൗകര്യം പോലെ 2 പേരും തൃപ്തിപ്പെട്ട് നിശ്ചയിക്കാം. മർമ്മമുള്ളത് ലാഭത്തിൽ 2ആളുമല്ലാത്ത മറ്റൊരാൾക്ക് അവകാശം വ്യവസ്ഥ ചെയ്യപ്പെടരുത്.
ഈ രണ്ടുപേർക്കും ലാഭത്തിൽ അവകാശം വ്യവസ്ഥ ചെയ്യപ്പെടണം. അത് എന്തെങ്കിലും എന്ന സ്വഭാവം പറ്റില്ല. അത് ശതമാന രൂപത്തിൽ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഇത്രയിലൊരു ഭാഗം എന്ന രൂപത്തിൽ മാലൂമാവണം. അപ്പം ഇന്ന് സാധാരണ നമ്മുടെ നാടുംപുറങ്ങളിൽ ഇന്നൊക്കെ നമ്മളെ ടൗണുകളിൽ നടക്കുന്ന നല്ലൊരു ശതമാനം ബിസിനസ് അതിൻ്റെ മാലിക്കുകളുടെ കാശ് മാത്രമല്ല, പലരിൽ നിന്നും അവർ കാശ് സ്വീകരിച്ച് ലാഭം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഷിർക്കത്താണോ കിറാളോ, ഞാൻ ഇപ്പോൾ കിറാള് പറയട്ടെ, ലാക്കി അത് ഷിർക്കത്തുമായിട്ട് ഞാൻ കൂട്ടിക്കെട്ടും അതങ്ങോട്ട് എത്തുമ്പോൾ. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ രണ്ടാലൊരബദ്ധം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്തെങ്കിലും തരാമെന്ന് പറയുന്നു. എന്തെങ്കിലും തരാമെന്ന് പറയാനുള്ള കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദെ അത് നിശ്ചിത സംഖ്യ നിശ്ചയിക്കാൻ പാടില്ലല്ലോ എന്നല്ല, അങ്ങനെയല്ല മസല. അപ്പം നിശ്ചിത സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിൽ അത് തെറ്റിലേക്ക് പോകരുത്, ഇതൊന്ന് ഹലാലായി കിട്ടണം എന്ന കോലത്തിലാണ് ചിലർ അത് ലാഭത്ത് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും, നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തും, വെറുതെ ആക്കൂല എന്നൊക്കെ പറഞ്ഞത്. രണ്ടാളുകൾ എൻ്റെ മുന്നിൽ ഒരു വന്നപ്പോൾ ഒരു പറഞ്ഞത് നമ്മൾ അങ്ങനല്ലേ പറ്റുള്ളൂ എന്നാണ്. അപ്പം ആ രൂപം പറ്റൂല, മാലൂമാവണം. പിന്നെ വ്യാപകമായി നടക്കുന്നതാണ് നിശ്ചിത കാശ്. 1,00,000 ബിസിനസ്സിൽ എന്നാൽ മാസത്തിൽ 2,500 തരാം അല്ലെങ്കിൽ 5,000 തരാം, മാസം കൊല്ലം അതൊന്നുമല്ലല്ലോ വിഷയം. അപ്പം നിശ്ചിത സംഖ്യ ലാഭം തരാം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കാശ് വാങ്ങുന്നു, നിശ്ചിത സംഖ്യ ലാഭം തരാം എന്ന് കരാർ ചെയ്യുന്നു. അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കാശ് കൊടുക്കുന്നു, നിശ്ചിത സംഖ്യ ലാഭമായി കിട്ടണമെന്ന് കരാർ ചെയ്യുന്നു. ഈ രൂപം രണ്ടൊക്കെ തെറ്റാണ്, പറ്റില്ല. കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഞാൻ. ഇന്ന് ലംഘിക്കപ്പെടുന്ന 2 നിബന്ധനകളാണ് പറഞ്ഞത്. ഒന്ന് കൗനുഹുമ മാലൂമാവണം എന്നുള്ളതും മറ്റൊന്ന് ബിൽ ജുസിയ്യ എന്നുള്ളതും. ഇത് ചെറിയ പ്രശ്നത്തിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. മഹല്ലി, തുഹ്ഫ എല്ലാ കിതാബിലും പറഞ്ഞുള്ള ഈ വാർത്തൊന്നും ഞാൻ വായിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെ മിൻഹാജിൻ്റെ ഈ വാർത്താണ്. അവിടെ തന്നെ കാണാം, മിൻഹാജ് തുടർന്ന് പറയുന്നുണ്ട്, ലാഭത്തിൽ ഒരു നസീബ് നിങ്ങൾക്ക് തരാം എന്ന് മാത്രം. ലാഭത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട്, എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഫസദ, അത് ഇസ്ലാമികമായി സാധുവല്ല, സാധുവാണ്, ആഖിറാത്ത് ശരിയല്ല. തുഹ്ഫ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കിതാബിലും ഉണ്ട്. പിന്നെയും കാണാം, ഒരാൾക്ക് നിശ്ചിത സംഖ്യ 10 നിശ്ചിത ഒരു സംഖ്യ ലാഭമായി നിശ്ചയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പല ഇനം ചരക്കുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഇനത്തിൻ്റെ ലാഭം ഇന്നാൾക്ക് വേണം എന്ന് പ്രത്യേകം ഷർത്ത് വെക്കപ്പെട്ടാൽ ഫസദ. ഇപ്പം ലാഭത്തിൽ നിങ്ങൾക്കൊരു വിഹിതം തരാമെന്ന് പറഞ്ഞാൽ പോലെ ലാഭത്തിൽ എത്രയാണ് എന്ന് സംഖ്യ പറയാതെ ശതമാന രൂപത്തിൽ അത് നിശ്ചയിക്കണം. ബിസിനസ്സിലേക്ക് കാശ് കൊടുക്കുമ്പോൾ ഇന്ന ബിസിനസ്സേ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയുമോ? അത് പറ്റും, അതിന് വിരോധമൊന്നുമില്ല. ലാ യജൂദു തഖീദു ബിനൗഇൻ നാദിരി, നാദിറായ ലാഭത്തിന് വളരെ സാധ്യത കുറഞ്ഞ അല്ലെങ്കിൽ ആ സാധനം സുലഭമല്ലാത്ത, ലഭ്യമാവൽ തന്നെ വളരെ കുറഞ്ഞതാണ്, അത്തരം നൗഇൻ്റെ തിജാറത്ത് കൊണ്ട് തഖീദ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത നൗകൾ ഇന്ന ഇനം, ഉദാഹരണം തുണിക്കച്ചവടം അല്ലെങ്കിൽ അരിക്കച്ചവടം, ഇങ്ങനെ തഖീദ് ചെയ്യുന്നതിനൊന്നും വിരോധമില്ല. ഇനി ഇവിടെയുള്ളൊരു വിഷയം, ഇന്ന് നടക്കുന്ന 1-2 കാര്യം ഞാൻ ഉണർത്തി. ഇന്ന് നടക്കുന്ന ഈ ഖിറാള് എന്ന് പറയുന്ന പലതിലും നടത്തിപ്പുകാർക്ക് ശമ്പളം അല്ലെങ്കിൽ ഒരു കൂലി വേതനം നിശ്ചയിക്കപ്പെടുന്നുണ്ട് അധികവും. എൻ്റെ അടുത്ത് വന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ കരാറുകളിൽ പലതിലും അങ്ങനെ കാണുന്നുണ്ട്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വിഷയമാണ്. ഇസ്ലാമിക ഖിറാളിൽ നടത്തിപ്പുകാരന് മറ്റ് ശമ്പളം ഉണ്ടാകില്ല. നടത്തിപ്പുകാരന് ആ നടത്തിപ്പിൻ്റെ വകയിലാണ് ഈ ലാഭത്തിൽ ഇത് നിശ്ചിത ശതമാനം കരാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലപ്പുറം ശമ്പളം ഷർത്ത് ചെയ്യാൻ പാടില്ല. അപ്പം അവൻ ജോലി ചെയ്യുന്നില്ലേ? ജോലി എന്ന് പറഞ്ഞപ്പോൾ തിജാറത്ത്. ഒരാൾ കാശ് നൽകുന്നു, കാശ് നൽകുന്ന ആളെ നമ്മൾ മാലിക്കെന്ന് വിളിക്കുന്നു. അവൻ തിജാറത്ത് നേരിട്ട് ചെയ്യുന്നില്ല. രണ്ടാമൻ കാശ് വാങ്ങുന്നു, അവനാണ് തിജാറത്ത് ചെയ്യുന്നത്. അവനെയാണ് നമ്മൾ ഫിഖ് ആമിലി എന്ന് വിളിക്കുന്നത്, നടത്തിപ്പുകാരൻ എന്ന് പറയാം.
എന്താണ് ഈ നടത്തിപ്പുകാരൻ്റെ ബാധ്യത? അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ മിൻഹാജ് അടക്കമുള്ള കിതാബിലുണ്ടല്ലോ, വളീഫത്തുൽ ആമിലി അത്തിജാറത്തു വതവാബിഉഹ. അതിൻ്റെ ആ തിജാറത്ത് എന്നതിനൊരു മഫ്ഹൂമുണ്ട്. ഹിർഫത്തുകളിൽ ഈ പണി പറ്റില്ല. ഖിറാൽ എന്ന് പറയുന്നത് സാധനം വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. അതിലേ അത് പറ്റുള്ളൂ, ഹിർഫത്തുകളിൽ അത് പറ്റില്ല. ഇരിക്കട്ടെ, അതല്ല ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വളീഫത്തുൽ ആമിലി അത്തിജാറത്തു വതവാബിഉഹ, സാധാരണ മുതൽ മുടക്ക്, മൂലധനം സ്വന്തമായി കാശ് മുടക്കിക്കൊണ്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ സാധാരണ രീതിയിൽ ആ തിജാറത്തിൻ്റെ ഭാഗമായി അവരെന്തൊക്കെയാണോ ചെയ്യാറുള്ളത് അതൊക്കെ ഈ ഖിറാദ് ആവുന്ന കച്ചവടത്തിൽ അത് ആമിൽ ചെയ്തു കൊള്ളണം. അതിന് വേറെ കാശ്, ശമ്പളം, കൂലി നിശ്ചയിക്കാൻ പറ്റില്ല. അതേസമയം സാധാരണ ബിനഫ്സിഹി, സ്വന്തം മാല് കൊണ്ട് കച്ചവടം ചെയ്യുന്ന അവർ സ്വന്തമായി ചെയ്യാത്ത സംഗതികൾ, ഒരുപക്ഷെ വലിയ ചരക്കുകൾ ഇങ്ങോട്ട് ചുമന്നു കൊണ്ടുവരിക, അത് ചിലപ്പോൾ വണ്ടി വിളിക്കായിരിക്കും ചെയ്യുക. അങ്ങനെ താജിറുകൾ ചെയ്യാത്ത സംഗതികൾ അത് അവർക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിന് ഈ മാലുൽ ഖിറാദിൽ നിന്ന് കാശ് മുടക്കുകയും ചെയ്യാം. തുഹഫ തന്നെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. വളീഫത്തുൽ ആമിലി അത്തിജാറത്തു വതവാബിഉഹ, വിശദീകരണം ഞാൻ നടത്തുന്നില്ല. പിന്നെ പറയുന്നുണ്ട് അലൽ ആമിലി ഫഇലു മാ യുഅതാദു ഇൻദ തുജാരി ഫിഅലു താജിരി ലഹു ബിനഫ്സിഹി. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. വമാ ലാ യൽസമുഹു ലഹു വമാ ലാ യൽസമുഹു, ആമിലി എന്ന നിലക്ക് അവൻ നേരിട്ട് ചെയ്യൽ നിർബന്ധമില്ലാത്ത സംഗതികൾ. ലഹുൽ ഇസ്തിജാറു അലൈഹി മിൻ മാലിൽ ഖിറാദി, അത് ഉദാഹരണമുള്ള ചരക്കുകളാണെങ്കിൽ അങ്ങോട്ട് എത്തിക്കുക, അപ്പോൾ വണ്ടിക്കൂലി ഉണ്ടാകും. അത്തരം ചെലവുകൾ അവർ ഈ മാലുൽ ഖിറാദിൽ നിന്ന് എടുത്തു നൽകാം. അതെല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ലാഭവും നഷ്ടവും കണക്കാക്കുക. അവിടെ തന്നെ അവൻ ചെയ്യൽ നിർബന്ധമില്ലാത്തതിന് വേണമെങ്കിൽ കൂലി കൊടുത്തുകൊണ്ട് ശമ്പളത്തിന് മറ്റാളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് അവൻ സ്വയം ചെയ്താലോ വലൗ തവല്ലാഹു ബിനഫ്സിഹി ഫലാ ഉജ്റത ലഹു, അവൻ ആമിലി എന്ന നിലയ്ക്ക് ചെയ്യൽ നിർബന്ധമില്ലാത്ത സംഗതി അവൻ സ്വന്തം ചെയ്താൽ അവന് കൂലി ഈടാക്കാൻ പറ്റൂല. വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവൻ ചെയ്യൽ നിർബന്ധമില്ലാത്ത ജോലികൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൂലി കൊടുക്കാം. ഇനി അവൻ ആമിലി എന്ന നിലക്ക് ചെയ്യൽ നിർബന്ധമുള്ള പണി മറ്റൊരാളെ കൊണ്ട് അഥവാ ചെയ്യിപ്പിച്ചാലോ ആ കൂലി ഓൻ സ്വന്തം കീശയിൽ നിന്ന് ഓൻ്റെ പണത്തിൽ നിന്ന് എടുക്കണം. അത് മാലുൽ ഖിറാദിൻ്റെ ചെലവിൽ എഴുതാൻ പറ്റില്ല. ആമിലി എന്ന നിലക്ക് ചെയ്യൽ നിർബന്ധമുള്ള സംഗതി മറ്റൊരു അജീറിനെ വിളിച്ച് കൂലിക്കാളെ വിളിച്ചാൽ ഫൽ ഉജറത്തു മിൻ മാലിഹി, ആ ഉജറത്ത് അവൻ്റെ മാലിൽ നിന്ന് സ്വന്തമായി എടുത്തു കൊടുക്കണം, അവൻ സ്വന്തം വഹിക്കണം. കാരണം അത് അവൻ ചെയ്യേണ്ട ബാധ്യതയാണ്. ലാമിൻ മാലിൽ ഖിറാദ്, അത് ഖിറാദിൻ്റെ മാലിൽ നിന്ന് എടുത്തുകൂടാ. തുഹഫ ഖിറാദിൻ്റെ ബാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഉണർത്തുന്നത് ഇതെല്ലാം കൂടി ഇപ്പോൾ എൻ്റെ ശബ്ദം സാധാരണക്കാർ കേൾക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോളന്നില്ല. ഞാൻ ഈ വാർത്തകൾ നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വായിച്ചതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട സംഗതി, ബിസിനസ്സിലേക്ക് ഒരാളുടെ ചിലർ കാശ് മുടക്കുന്നു, മറ്റു ചിലർ അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. ഇപ്പം കാശ് മുടക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, രണ്ട് വിഭാഗത്തിനും ലാഭവിഹിതത്തിൽ പങ്കുണ്ട്. അത് ഇത്രയും ശതമാനം ലാഭത്തിൻ്റെ ഇത്രയിലൊന്ന് എന്ന നിലക്ക് കൃത്യമായി നിശ്ചയിക്കപ്പെടണമെന്ന് നേരത്തെ പറഞ്ഞു. അതിനു പുറമെ ഈ കച്ചവടം നടത്തുന്ന ആൾക്ക് ശമ്പളം നിശ്ചയിക്കുക എന്നുള്ള സംഗതി ഇസ്ലാമിക ഖിറാദിൽ ഇല്ല. ഷിർക്കത്തിലും ശമ്പളം നിശ്ചയിക്കുന്ന സംഗതി ഇല്ല. ഞാൻ ഷിർക്കത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. ഇതുമായി കൂട്ടിക്കെട്ടി ഛർദ്ദിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പറയാം. ആമിലിൻ്റെ മറ്റ് ചെലവുകളും അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല. നടത്തിപ്പുകാരൻ്റെ വേറെ ചെലവുണ്ടാകും, അതിങ്ങനെ അതിൽ നിന്ന് എടുക്കുക എന്നുള്ളത് ശരിയാകൂല. ലാഭവിഹിതം ലാഭത്തിൻ്റെ 60% എന്ന് കരാർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമെ ഓനക്ക് ആവശ്യമുള്ളതും ചെലവും വീട്ടിലുള്ള ചെലവും അല്ലെങ്കിൽ ഓൻ്റെ മറ്റ് ചെലവും എന്നും കൂടി വ്യവസ്ഥ ചെയ്താൽ ഫസദൽ ഖിറാദു, ആ ഖിറാദ് ഫാസിദാണ്. ഞാൻ ഉണർത്തി വരുന്നത് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഖിറാദിൻ്റെ രൂപം, ലാഭക്കൂറ് കച്ചവടം എന്ന് പറയുന്ന രൂപം. സാധാരണക്കാർ അത്ര ഒന്നും അറിയില്ല. ഓലെന്താ അറിയുക? ബിസിനസ്സിക്ക് കാശ് കൊടുക്കണേ, ലാഭം വാങ്ങണേ. മറ്റുള്ളൊരു ബിസിനസ്സിക്ക് കാശ് വാങ്ങണേ, ലാഭം കൊടുക്കണേ.
ഇത് നമ്മുടെ ഫിഖിൽ ഖിറാദ് ശിർക്കത്ത് രണ്ടാലൊന്നിലാണ് പെടുക. അതൊക്കെ ഏകദേശം നമ്മൾ ഖിറാദ് തന്നെയാണ് പെടുക. ശിർക്കത്തും ഖിറാദുള്ള വ്യത്യാസത്തിൽ അവിടെ ഞാൻ ചില കാര്യങ്ങൾ ഉണർത്താം. ഇങ്ങനെ വരുമ്പോൾ അവിടെ വ്യാപകമായി പാലിക്കപ്പെടാതെ പോകുന്ന 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലാഭം എന്തെങ്കിലും തരാന്നുള്ള ആ ഒരു ജഹാലത്ത് അവിടെ ചിലതിൽ നടക്കുന്നുണ്ട്, ശരിയാകില്ല. മായലൂമാവണം. മായലൂമാവുമ്പോൾ നിശ്ചിത സംഖ്യ എന്ന രൂപത്തിൽ നിശ്ചയിക്കാൻ പറ്റൂല. അത് ബിൽ ജുസ്ഇയ്യത്തി, ശതമാനം ലാഭത്തിൻ്റെ ഇത്രയിലൊന്ന് എന്ന് വേണം. ഗടിയിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ലാഭത്തിൻ്റെ ഇത്രയിലൊന്ന് എന്നാണ് ചെയ്യേണ്ടത്, കൊടുക്കുന്ന കാശിൻ്റെതല്ല. പുതിയ ലേബലിലും അഡ്രസ്സിലും വരുന്ന ചിലതിനെ സമീപിക്കുമ്പോൾ കൊടുക്കുന്ന കാശിൻ്റെ ഇത്രയിലൊരു ശതമാനം ലാഭം എന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട്, ശരിയാകില്ല. ഖിറാദിലൊക്കെ ലാഭം പങ്കിടുന്നത് ലാഭം രണ്ടാൾ കൂടി പങ്കിടുന്ന ലാഭത്തിൽ നിന്ന് ഇത്ര ഒരു ശതമാനം, ലാഭത്തിൽ നിന്ന് ഇത്ര ഒരു ജുദ. നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ അല്ല. ബിസിനസ്സിലേക്ക് നമ്മളൊരു കോടി കൊടുത്താൽ ആ കോടിയുടെ നിങ്ങൾ തരുന്ന സംഖ്യയുടെ ഇത്ര ശതമാനം ലാഭം കൂട്ടിത്തരാം. ഈ രൂപം പറ്റില്ല. കാരണം ലാഭം ജുദീയത്ത് എന്തിൽ നിന്നായിരിക്കണം? ലാഭം മിനൽ റിബ്ഹി, മൊത്തം ടോട്ടൽ എത്ര ലാഭമുണ്ടോ ആ ലാഭത്തിൻ്റെ ഇത്രയിലൊരു ശതമാനം. അല്ലാതെ നമ്മളതിലേക്ക് കൊടുക്കുന്ന മൂലധനമായി കൊടുക്കുന്നതിൻ്റെ ശതമാനം എന്ന രൂപത്തിൽ പറയുന്നത് ശരിയല്ല. അത് പിന്നെ മറ്റേവർക്കാണ് വിട്ടതെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ഇന്ന് നടക്കുന്ന പുതിയ ചില സംവിധാനങ്ങൾ പഠിക്കുമ്പോൾ, തസവ്വുറാക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് ഇടയിലൊന്നും ഉണർത്തിയതാണ്. ഇസ്ലാമിക ഖിറാദിൻ്റെ ഒരു സ്വഭാവം വളരെ വ്യക്തമായി പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബർക്കത്തുള്ള സംഗതിയാണ്, അള്ളാൻ്റെ സഹായം ഉണ്ടാകും. കാരണം രണ്ടാൾക്കും അതിലൊരു ഉപകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ ശരിയായ രീതി ഉദാഹരണം പറയാം. ഒന്നാമൻ രണ്ടാമന് കാശ് കൊടുക്കുന്നു. ഇപ്പോൾ ഒന്നാമന് 10 കോടി, ചെറുതാക്കണ്ട, വലിയ ബിസിനസ് ആയിക്കോട്ടെ, തോനെ ലാഭം കിട്ടട്ടെ. ഒരു 10 കോടി ഒന്നാമൻ രണ്ടാമന് കൊടുക്കുന്നു. ആ 10 കോടി കൊടുത്ത ആളെ നമ്മൾ മാലിക് എന്ന് വിളിച്ചു. രണ്ടാമൻ അതുകൊണ്ടൊരു ബിസിനസ് ചെയ്യുന്നു. അവനെ നമ്മൾ ആമിൽ, പണം കൊടുത്ത ആൾ, അതുപോലെ കച്ചവടത്തിൻ്റെ നടത്തിപ്പുകാരി എന്ന് സാധാരണ പറയും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാലും ഒരാൾ സൈലൻ്റ് പാർട്ട്ണർ, മറ്റാൾ വർക്ക് പാർട്ട്ണർ എന്നൊക്കെ പറയാം. ഇങ്ങനെ വരുമ്പോൾ അവിടെ ലാഭം ഉണ്ടായാൽ രണ്ടാൾക്കും ലാഭം ഉണ്ടാകും, നഷ്ടം വന്നാലും രണ്ടാൾക്കും നഷ്ടം ബാധിക്കും. ഞാനതൊന്ന് വിശദീകരിക്കാം. എങ്ങനെ ലാഭം ഉണ്ടായാൽ രണ്ടാൾക്കും ലാഭം ബാധിക്കല്? ലാഭം നേരത്തെ ലാഭത്തിൽ നിന്ന് രണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടാൾക്കും ലാഭത്തിൽ പങ്കുണ്ടല്ലോ. അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഒരാൾക്ക് 40%, ഒരാൾക്ക് 60% ആണെങ്കിൽ ലാഭം ഉണ്ടായാൽ എത്ര ലാഭമായാലും വേണ്ടിയ സംഖ്യ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ലാഭത്തിൻ്റെ 40% ഒരാൾക്കുണ്ട്, 60% ഒരാൾക്കുണ്ട്. ഇനി ലാഭം ഉണ്ടായില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ നഷ്ടമില്ല എന്ന് വെക്കുക. ഒരു ഉദാഹരണം, ഇപ്പോൾ 1 കോടി ബിസിനസ് കൊടുത്തു. 50% രണ്ടാൾക്ക് പൗതിയാണ് നിശ്ചയിക്കുക. 1 കൊല്ലാണ്ട് ബിസിനസ് നടന്നു. ലാഭമില്ല, നഷ്ടമില്ല. എന്നാൽ നിലവിൽ ആ ബിസിനസ്സിൻ്റെ ആസ്തി നോക്കുമ്പോൾ ആ മൂലധനം മുടക്കി അത്ര മാത്രമേ ഉള്ളൂ. എന്നപ്പോൾ എന്തുണ്ടാകുക? മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാശ് കൊണ്ട് 1 കൊല്ലത്തോണ്ട് കാര്യമായിട്ട് ഉപകാരമൊന്നും കിട്ടിയില്ല. ആ കാശ് അവിടെ മുടങ്ങിക്കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാശ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അവിടെ മുടങ്ങിക്കിടന്നു. കഴിയുമ്പോൾ ലാഭമൊന്നും കിട്ടിയില്ല. ആമിലിന് അവൻ്റെ പണി വെറുതെ ആയിപ്പോയി. അവൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏതാ? 1 കൊല്ലായാലും ഓപ്പം ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കല്ലേ, അത് പണിയായി. ഓന് പിന്നെ ധനനഷ്ടം എന്നറിയാനില്ല. ഓന് പണിയാണ്. ആദ്യം തന്നെ ഒരാളുടെ പണവും ഒരാളുടെ പണിയുമാണ്. അവൻ്റെ അമല് നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെ എങ്ങനെ വരിക? രണ്ടാളെയും ബാധിക്കാതെ. ലാഭം ഉണ്ടായാൽ രണ്ടാൾക്കും ലാഭം ഉണ്ടാവും. ലാഭമില്ല, നഷ്ടമില്ല. എന്നാലോ ആമിലിന് പണി നഷ്ടമുണ്ട്, കാശ് നഷ്ടമില്ല. ഞാൻ ലാഭവും നഷ്ടമില്ല എന്നാണ് ഇതിനകത്ത് മുടക്ക മുതലിനനുസരിച്ച് ഇപ്പോൾ നിലവിൽ ആസ്തി ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ആമിലിന് ആ 1 കൊല്ലം ബിസിനസ് നടത്തിയിട്ടൊന്നും കിട്ടിയില്ല. മാലിക്കിനോ ഒന്നും കിട്ടിയില്ല. മാലിക്കിന് 1 കൊല്ലം ആ കാശ് അവിടെ മുടങ്ങിക്കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതല്ല, മൂലധനം കായോട്ട് കമ്മി വന്നു. 1 കോടി മുടക്കിയിട്ട് തുടങ്ങിയ ബിസിനസ് ഖിറാദ് 1 കൊല്ലം മുന്നോട്ട് പോയപ്പോൾ അത് ഇപ്പോൾ 80 ലക്ഷത്തിലേക്ക് ചുരുങ്ങി 20 ലക്ഷം നഷ്ടമാണ് സങ്കല്പിക്കുന്നു. എന്നാൽ അവിടെ ഈ കാശ് നഷ്ടം, 20 ലക്ഷം കാശ് നഷ്ടം, അത് മാലിക്കിനെ മാത്രമാണ് ബാധിക്കുക. മൂലധനം നഷ്ടം മാലിക്കിനെ മാത്രമാണ്. കാരണം അവനെ മൂലധനം മുടക്കിയിട്ടുള്ളൂ. അപ്പോഴും ആമിലിനോ എൻ്റെ പണി നഷ്ടമായി. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക ഖിറാദിൻ്റെ രൂപം അത് എങ്ങനെയായാലും ലാഭത്തിലും നഷ്ടത്തിലും രണ്ടാൾക്കും പങ്കുണ്ട്. ഖിറാദിൻ്റെ കിതാബുകൾ നമ്മൾ നോക്കുമ്പോൾ
നഷ്ടം മാലിക്കിനാണ് എന്ന് പ്രയോഗം കാണൂട്ടോ. ഈ നഷ്ടം മാലിക്കിനാണെന്ന് പറയുന്നത് മൂലധനത്തിൽ മാലിൻ്റെ നഷ്ടം അവനാണെന്നുള്ള അർത്ഥത്തിലാണ്. കിതാബുകൾ നോക്കുമ്പോൾ ഖുസ്റാന് നഷ്ടം വരുന്നത് മാലിക്കിനാണെന്ന് പ്രത്യേക ഇബാറത്തുകളിൽ ചിലതിലുണ്ട്. അത് കാശ് താഴോട്ട് വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ 1 കോടി ഉള്ളത് 80 ലക്ഷമായി കുറഞ്ഞാൽ ആ 20 ലക്ഷത്തിൻ്റെ നഷ്ടം മാലിക്കിനെ ബാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളെ കോട്ടൂർ സ്കൂള് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ പഠിക്കണമെന്നതിൽ പെട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ബസ്സുകൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകാണ്ട്. അപ്പോൾ 50ഓളം ബസ്സുകൾ പാസ് ചെയ്ത് പോകാണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ റോഡിൻ്റെ സൈഡിൽ വണ്ടികൾ നിർത്തും, ഒരു പാർക്കിംഗ് ഏരിയയിലേക്കൊക്കെ മാറ്റണം, അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് വരും എന്ന് പറഞ്ഞ് വിവരം അറിയിച്ചിട്ടുണ്ട്. അത് വേണ്ട ചെയ്യാൻ സാധിക്കും. അപ്പോൾ കിതാബുകളിൽ നമ്മൾ നഷ്ടം മാലിക്കിന് മാത്രമാണ് ബാധിക്കുക എന്നുള്ള ഇബാറത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. അതാ പണം മുടക്കിയിൽ പണത്തിന് നഷ്ടം വന്നാൽ മാലിക്കിന് മാത്രമേ ഉള്ളൂ, ആമിലിനെ ബാധിക്കൂല എന്നാണ്. അതേസമയം ഞാൻ ഇപ്പോൾ പറയുന്ന സാധാരണ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഞാൻ പറയും ഇസ്ലാമിക ഖിറാഅത്ത് ലാഭവും നഷ്ടവും രണ്ടാളെയും ബാധിക്കും. അതങ്ങനെ ലാഭം ഉണ്ടായാൽ രണ്ടാൾക്കും നിശ്ചിത വ്യവസ്ഥ ചെയ്യപ്പെട്ട ശതമാനം അനുസരിച്ച് ലാഭം ലഭിക്കും. നഷ്ടം വന്നാൽ ആമിലിന് ഏതായാലും പണി നഷ്ടം വരും, ഓൻ ഒരു കൊല്ലം ബിസിനസ് നടത്തിൻ്റെ പേരിൽ ഓനൊന്നും കിട്ടൂല. മാലിക്കിന് ആ കാശുമ്പോൾ നഷ്ടം വന്നാൽ ആ നഷ്ടം സഹിക്കണം തന്നെ. ഓനാണ് ആ നഷ്ടം വന്നത്, അത് വെച്ചു കൊടുക്കണം എന്നല്ല, അതിന് കാശ് കൂട്ടണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഓനാ നഷ്ടം വരും. ലാഭവും നഷ്ടം ഉണ്ടായില്ലെങ്കിൽ ഓനാ അത്രയും കാശ് ഒരു കൊല്ലം മുടങ്ങി കയറുന്നത്, അതുകൊണ്ടൊന്നും കിട്ടിയില്ല, അത് വരും. ഇവിടെ ശരിക്കും ഇതാണ് ഇസ്ലാമിക ഖിറാഅത്തിന്റെ രൂപം. ഇവിടെ ആമിലിന് ഓൻ അത് നടത്തിപ്പുകാരൻ എന്ന നിലക്കൊരു നിശ്ചിത ശമ്പളം നിശ്ചയിച്ചാൽ, മാസത്തിൽ ഓനൊരു 25,000 ശമ്പളം എനിക്ക് കൂടെ കുറയട്ടെ നിശ്ചയിച്ചാൽ, ഓനിപ്പോൾ എങ്ങനായാലും അതൊരു മൈസത്തിൻ്റെ വഴിയായിട്ടൊരു വരുമാന മാർഗമായി കിട്ടും. കാരണം ഓന് ലാഭമായാലും നഷ്ടമായാലും ആ ശമ്പളം കിട്ടൂലേ. ഇത് ഇസ്ലാമിക ഖിറാഅത്തിന്റെ മുക്തളക്ക് വിരുദ്ധമാണ്. ഇസ്ലാമിക ഖിറാഅത്തിന്റെ മുക്തള അനുസരിച്ച് لأنه لا يستحق غير ما شرط له من الربح, ലാഭത്തിൽ നിന്ന് അവന് ഷർത്താക്കപ്പെട്ട എന്താണോ അതിനപ്പുറമൊന്നും അവന് അവകാശമില്ല. ഓന് നഷ്ടം പറ്റിയപ്പോൾ അവൻ്റെ മാലിക് അവനക്ക് എന്തെങ്കിലും അവൻ്റെ വകയിലത് കൊടുത്തു, അത് കൊടുക്കാൻ പറ്റൂല എന്നല്ല ഇപ്പം പറയുന്നത്. നേരത്തെ ഓനൊരു ശമ്പളം നിശ്ചയിക്കാൻ പാടില്ല. ഈ ശമ്പളം ഇന്ന് നിശ്ചയിക്കപ്പെടുന്ന രൂപമാണ് അധികവും ഖിറാഅത്തിൽ ഉള്ളത്. ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെ വരുമ്പോൾ ഈ മസല നമ്മൾ പറഞ്ഞാൽ ഈ ഖിറാഅത്തിലൊക്കെ നടത്തുന്ന ആൾക്കാർ വലിയ വിഷയം പറയും. കാരണം നമ്മൾ പലരും ഈ ചർച്ചയിൽ വരുമ്പോൾ അതിപ്പോൾ വലിയ നഷ്ടമല്ല, നമ്മൾ ഈ അധ്വാനമൊക്കെ വെറുതെ ആയി പോകൂല എന്ന് എന്നവരോട് ചോദിച്ചവരുണ്ട്. അധ്വാനമൊക്കെ വെറുതെ ആയി പോകില്ലേ നടത്തിപ്പുകാർ, നമ്മൾ അധ്വാനമൊക്കെ വെറുതെ ആയി പോകൂലേ അതിനാൻ പറഞ്ഞ നിങ്ങളെ അധ്വാനത്തിനാണ് എന്ത് ലാഭത്തിൽ നിശ്ചിത ഒരു അവകാശം നിങ്ങൾക്ക് വെച്ചില്ലേ, അതാ അധ്വാനത്തിനാണ്. ലാഭം കിട്ടിയാണ്ടാകും, ലാഭം കിട്ടിയില്ലെങ്കിൽ വെറുതായി പോകൂലേ, ലാഭം ഇല്ലെങ്കിൽ മറ്റവനും വെറുതായി പോകില്ല. ആ കാശ് അവിടെ മുടക്കി കിടന്നില്ല, അയിമൊന്നും കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ വെറുതെ ആയി പോകുന്നത്. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കൂടി പറഞ്ഞു നിർത്തും. നമ്മുടെ ഖിറാഅത്തും ശിർക്കത്തും നമ്മൾ ഒറ്റയ്ക്ക് വ്യത്യാസം നമ്മൾ പറയാം. ഫുഖഹാന്റെ ഇബാറത്തുകളിലുള്ളത്, ഖിറാഅത്തിൽ ഒരു ഭാഗത്തുനിന്നും ധനവും മറ്റേ ഭാഗത്തുനിന്ന് അമലുമാണ്. 2 ഭാഗത്തുനിന്നും ധനം വരുമ്പോൾ അത് ശിർക്കത്താണ്. ഇങ്ങനെയാണ് നേരെ ഫർക്ക് പറയാം. വ്യത്യസ്ത മോഹിമായ ഇബാറത്തുകളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി തഹ്ഖീഖ് ചെയ്തുകൊണ്ട് അവർ ഫർക്ക് പറയുന്ന ഇബാറത്തുകൾ നോക്കിയാൽ രണ്ടാളും 2 എന്നുള്ള മിനിമാണ്. രണ്ടാളും കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ശിർക്കത്താണ്. ഒരാൾ കാശ് മുടക്കി ഒരാൾ അമലുമാണ്, അത് ഖിറാഅത്തും ആണ്. ഖിറാഅത്തിൽ ലാഭത്തിൻ്റെ പങ്കുവെപ്പ് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ശതമാന രൂപത്തിലാണ്. ശിർക്കത്തിൽ അങ്ങനെ ലാഭം പ്രത്യേകം വ്യവസ്ഥ ചെയ്യപ്പെടില്ല. പണം എത്രയാണോ മുടക്കിയത് അതിൻ്റെ സ്വാദനുസരിച്ചാണ്. ഇതാണ് ഫിഖിന്റെ നേരെയുള്ള ലളിതമായ നിയമങ്ങൾ. ഖിറാഅത്തിൽ ഒരാളിൽ നിന്ന് മൂലധനം ഒരാൾ മുടക്കുന്നു, മറ്റൊരാൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ചെയ്യുന്ന ആള് കാശ് മുടക്കിയിട്ടില്ല. ഒരു ഭാഗത്തുനിന്ന് കാശ് മുടക്കി മറ്റാളത്തുനിന്ന് അധ്വാനവും അവൻ്റെ ബിസിനസ് ചെയ്യുന്നു. എന്നാണ് നമ്മൾ പറഞ്ഞത് ഒരാൾ മാലിക്കും ഒരാൾ ആമിലും എന്ന് പറഞ്ഞത്. ഒരാളിൽ നിന്ന് മാലും ഒരാളിൽ നിന്ന് ആമലും എന്ന് പറഞ്ഞത്. അവിടെ ലാഭവും നഷ്ടവും രണ്ടാളെയും ബാധിക്കുന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല.
അവിടെ എങ്ങനെ ലാഭം ഉണ്ടായി അങ്ങനെ പറ്റ് അവർ രണ്ടാളും നേരത്തെ കരാറ് ഷർത്ത് ചെയ്തതിനനുസരിച്ചുണ്ടാകും. 50% വീതമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, 40-60 ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അതേസമയം ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാളും കാശെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ എങ്ങനെയാണ് ലാഭം പങ്കുവെക്കേണ്ടത്? അത് പിന്നെ നിസ്ബത്തി മാലയിഹിമ, രണ്ടാളും കാശ് മുടക്കിയതിൻ്റെ നിസ്ബ എങ്ങനെയാണോ അതിനനുസരിച്ച്. അപ്പം കാശ് രണ്ടാളും തുല്യമായിട്ടാണെങ്കിൽ ലാഭം തുല്യമായിട്ടുണ്ടാകും. കാശ് ഒരാളാണ് പിന്നെ 1/3 ഒരാളും 2 ഒരാളുമാണ് മുടക്കിയതെങ്കിൽ അപ്പോൾ 2 കാശ് മുടക്കിയവന് ലാഭത്തിൻ്റെ 2 ഉണ്ടാകും, 1 മുടക്കിയവന് അതുണ്ടാകും. ഇവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ നിയമത്തിൽ പ്രശ്നങ്ങളല്ല, നമ്മൾ ആളുകളിലേക്ക് അത് ഇറങ്ങി ചെല്ലുമ്പോൾ പറഞ്ഞതെന്താ, ഖിറാദിൽ ഷർത്ത് വെക്കണതിനനുസരിച്ചാണ് ലാഭം വരിക. ശിർക്കത്ത് പറഞ്ഞാൽ രണ്ടാളും കാശെടുത്തോ എന്നാൽ ശിർക്കത്താണ്. അങ്ങനെ വരുമ്പോൾ ലാഭം എങ്ങനെ വിഹിതം ചെയ്യേണ്ടത്? അതുപോലെ കരാറ് ഷർത്തിനനുസരിച്ചല്ല, കാരണം അവിടെ ഷർത്തിന് പിന്നെ പരിഗണനയില്ല. പിന്നെ അവിടെ എങ്ങനെയാണ് ശിർക്കത്തിൽ ഇനി ആ ലാഭം പങ്കിടേണ്ടത് രണ്ടാളും മുടക്കിയ മൂലധനത്തിന് ആനുപാതികമായിട്ടാണ്. കാശ് രണ്ടാളും തുല്യമായിട്ടാണ് മുടക്കിയത്, രണ്ടാൾക്കും ലാഭത്തിൽ തുല്യം ഉണ്ടാകും. കാശ് ഒരാൾ കൂടുതൽ ഒരാൾ കുറവാണോ എന്നാൽ കൂടുതലുള്ള ആൾക്ക് അതിനനുസരിച്ചും കുറവുള്ള ആൾ അതിനനുസരിച്ചുണ്ടാകും. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഷെയർ ബിസിനസ് എന്ന് ഞാൻ ഈ ഓൺലൈൻ വിപണിയെക്കുറിച്ചല്ല പറയുന്നത്, സാധാരണ നമ്മുടെ ഇടയിൽ നടക്കുന്ന, വിദേശത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെ നടക്കുന്ന അധിക ഷെയർ ബിസിനസ്സുകളും ഖിറാദ് വകുപ്പിലല്ല കാണുന്നത്. അതിലൊരു ശിർക്കത്തിൻ്റെ സ്വഭാവമുണ്ട്. കാരണം നടത്തിപ്പുകാരും അതിൽ കാശ് മുടക്കിയിട്ടുണ്ടാകും. അധികവും പറയുന്നത്, അധികം നോക്കുമ്പോൾ നടത്തിപ്പുകാർ അവർ കാശ് മുടക്കിയിട്ടുണ്ട്, അവർ പുറത്തുനിന്ന് കാശ് പിന്നെ വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളിൽ നിന്നല്ല ഒരുപാട് ആളുകളിൽ നിന്നുണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ അവിടെയും ശമ്പളം നിശ്ചയിക്കാൻ പറ്റൂല. ശമ്പളം അമലിൻ്റെ പേരിൽ ശമ്പളം നിശ്ചയിക്കുക എന്നുള്ള പണി ഖിറാദിലും ഇല്ല, ശിർക്കത്തിലും ഇല്ല. അവർ ചെയ്യേണ്ടതിലപ്പുറവും പുറത്തുനിന്ന് ചെയ്യിപ്പിക്കേണ്ടതിന് കാശ് വെച്ച ആളെ വെക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ശിർക്കത്തിൽ അമലിൽ തഫാവുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമലിനനുസരിച്ചല്ല ലാഭം പങ്കുവെക്കുക, മൂലധനത്തിൻ്റെ മുടക്ക മുതലിനനുസരിച്ചാണ്. ഖിറാദിൽ ആ നേരത്തെ ഷർത്ത് വെച്ചതിനനുസരിച്ചാണ്. അല്ലാതെ അവർക്കൊരു ശമ്പളം നിശ്ചയിക്കുക എന്നുള്ള പണി ഖിറാദിലും ഇല്ല, ശിർക്കത്തിലും ഇല്ല. ഇന്ന് അധികവും നടക്കുന്നത് പലതും ശിർക്കത്ത് സ്വഭാവമാണ്, അവിടെയും ശമ്പളം നിശ്ചയിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫിഖ് അനുസരിച്ച് പ്രശ്നമാണ്. പക്ഷെ ഇത് പറയുമ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ കാണേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ വരുന്ന നമ്മളെ മുന്നിൽ ഇത്തരം വിഷയം വരുമ്പോൾ അധികവും പറഞ്ഞു, ചിലത് അപൂർവം, ചിലത് മഹല്ലൻ ഖിറാദ് ഉണ്ടാകും. മഹല്ലൻ ഖിറാദ് എന്ന് പറഞ്ഞാൽ നടത്തിപ്പുകാരൻ കാശ് മുടക്കിയിട്ടേ ഇല്ല. അവിടെ വേണമെങ്കിൽ പിന്നെ കരാറ് നേരത്തെ പറഞ്ഞ ഷർത്ത് പാലിച്ചുകൊണ്ടാവാം. അത് നമ്മളെടുത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഷർത്ത് പാലിക്കുന്ന രൂപത്തിലേക്ക് അത് മാറ്റണം. ഫാസിദായി നടന്നാലുള്ള നിയമം ലാഭവും നഷ്ടവും മുഴുവനും കാശ് മുടക്കിയ ആൾക്കാണ്, മറ്റാൾക്ക് ഉജറത്ത് മിസ്രി എന്നൊക്കെ ഒരു പൊതു നിയമമുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പം രണ്ടാളും കാശ് എടുത്തിട്ടുണ്ട്. ഒരാൾ നടത്തുവാൻ ബിസിനസ് നടത്തുന്നു. ഇപ്പോൾ ഈ എൻ്റെ അടുത്തൊരു ബേക്കറി കച്ചവടക്കാർ വന്നിരുന്നു. അവർ കാശ് പോലും കുറച്ച് മുടക്കിയിട്ടുണ്ട്. ഒരു 3-4 ആളിൽ നിന്ന് അവർ കാശ് വാങ്ങിയിട്ടുണ്ട്. ഈ 3-4 ആളുകൾ ഏതില്ല, നടത്തിപ്പിൽ പങ്കില്ല, ഒരു കാശ് കൊടുത്തൊക്കെയാണ്. അപ്പം ഇവർ അവരുടെ കാശും പുറത്തുനിന്നുള്ളൊരു 4 ആളുടെ കൂടി കാശും ഉപയോഗപ്പെടുത്തിയിട്ടാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ അവർക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. ശമ്പളം നിശ്ചയിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒറ്റടിക്ക് അവിടെ പണം മുടക്കിയതിനനുസരിച്ചാണ് ലാഭം പങ്കുവെക്കേണ്ടത് എന്ന ശിർക്കത്തിൻ്റെ നിയമം നമ്മൾ എടുത്താൽ സ്വാഭാവികമായി അവർ ചോദിക്കും, ഇപ്പം നമ്മളുടെ അധ്വാനം വെറുതെ ആകുന്നില്ലല്ലോ, ഒന്നും കിട്ടണില്ലല്ലോ. കാരണം നമ്മളും കാശ് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നും ഈ രീതി മനസ്സിലാകുന്നുണ്ടാവുമെന്ന് കരുതണ്. അതായത് ചിലത് പറയുമ്പോൾ ഇൽത്തിബാസാണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്നല്ല, എൻ്റെ പറച്ചിലിങ്ങനെ ആണ്ടുകെട്ടുമായി പോകുന്നുണ്ടോ. പക്ഷേ അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനും കുറച്ച് കാശ് എടുത്തു, 1 ലക്ഷം ഞാനെടുത്തു, വേറെ ഒരു 4 ആളിൽ നിന്ന് ഓരോ ലക്ഷം വീതം വാങ്ങി, അങ്ങനെ 5 ലക്ഷം കൊണ്ട് നടത്തുന്ന ബിസിനസ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു നിലക്കത് ഷിർക്കത്താണ്. കാരണം ഷിർക്കത്തും ഖിറാദും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഓരോരുത്തരും ഒരാളിൽ നിന്ന് മാലുണ്ടാവും, മറ്റാളിൽ നിന്ന് മാലുണ്ടാവില്ല. 2 ആളിൽ നിന്ന് മാലുണ്ടാവുക ഷിർക്കത്താണ്. അങ്ങനെ ആകുമ്പോൾ ഷിർക്കത്തിലാണെങ്കിൽ ലാഭം പങ്കുവെക്കേണ്ടത്
മൂലധനത്തിനനുസരിച്ച്. ഇവിടെ ഇപ്പം എല്ലാവരുടെ മൂലധനം 1 ലക്ഷമാണ്. അതനുസരിച്ച് പങ്കുവെച്ചാൽ സ്വാഭാവികമായി എൻ്റെ അധ്വാനം വെറുതെയായി എന്ന് വരൂലേ? കാരണം അവർ 1 ലക്ഷം മുടക്കിന് കിട്ടാൻ 5-1 അവർക്ക് കിട്ടും, എനിക്കും 5-1 കിട്ടും. കാരണം 5 ലക്ഷം 5 ആളാണ് എടുത്തത്, 1 ലക്ഷം ഞാനും പുറത്തുനിന്ന് 4 ആളും. അപ്പം ലാഭത്തിൻ്റെ 5-1 എനിക്കും ഓരോരുത്തർക്ക് 5-1 ഉണ്ടാവും. അപ്പം എൻ്റെ അമല് വെറുതാവൂലേ? അപ്പം പിന്നെ ശമ്പളം നിശ്ചയിക്കേണ്ട ഉസ്താദേ, ഇതാണ് ഓരോ ചോദ്യം. ശമ്പളം നിശ്ചയിക്കണ്ടേ? അതിന് ശമ്പളം നിശ്ചയിക്കാനാണെങ്കിൽ നമ്മൾ കൃത്യമായി നോക്കിയാൽ ഖിറാദിനും ഷിർക്കത്തിനും ശമ്പളം നിശ്ചയിക്കുന്നതിന് പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിടെ ഒരു പണി പറഞ്ഞു കൊടുക്കണം. ശമ്പളം നിശ്ചയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, ഞാനിതേമാതിരി ശമ്പളം നിശ്ചയിക്കാൻ പറ്റൂല എന്ന് ഒരിടത്ത് പ്രസംഗിച്ചത് കേട്ടിട്ട് കുറേ ആളിൻ്റെ അടുത്ത് വന്നിരുന്നത്. അപ്പോൾ ഓല് എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്ത്? പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ മാതിരിയല്ല ഉസ്താദേ, നമ്മൾ അധ്വാനിക്കുന്ന വെറുതെ. വിദേശത്ത് നടക്കുന്ന പല ബിസിനസ്സിലും ഇങ്ങനെയുണ്ട്. ചിലത് 6 മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നഖദീയത്തിൻ്റെ പ്രശ്നം എല്ലാറ്റിലുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് പിന്നെ കറൻസി നടക്കുന്നതാണെന്ന് പറഞ്ഞ വിഷയം തീർന്നും ചെയ്തു, അതല്ല വിഷയം. അയിമലൊന്നും ഞാൻ നേരം കളയുന്നില്ല. അതാണോ അല്ലെന്ന് അയിമക്ക് വിട്ട്, ഞാൻ അതല്ലാതെ സംഭവിക്കുന്ന വിഷയത്തിലാണ് ഇപ്പം എൻ്റെ വിഷയം. അത് ആണെന്ന് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന്, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഖിറാദും ഷിർക്കത്തും കൂടിയായിട്ട് പരിഗണിക്കാം. അപ്പം ഈ ശമ്പളം നിശ്ചയിക്കൽ ഒഴിവായി കിട്ടും. ഖിറാദും ഷിർക്കത്തും കൂടിയാണ് കൂട്ടിക്കലർത്തുക. അതെങ്ങനെ? ഉദാഹരണം പറയാം. ഞാൻ 1 ലക്ഷം മുടക്കുന്നു. ഉദാഹരണം എനിക്ക് പറച്ചിൽ ഏർപ്പെട്ടാനാണ് കേട്ടോ ഞാൻ തന്നെ മുടക്കേണ്ടത്. അപ്പോൾ പണിയില്ലല്ലോ, മുടക്കില്ലല്ലോ. അപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ മുടക്കുന്നു. വേറെ 4 പേരിൽ നിന്ന് ഓരോ ലക്ഷം വാങ്ങുന്നു. അപ്പോൾ 5 ലക്ഷം കൊണ്ട് ഇപ്പം കടല കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ, ഇരിക്കട്ടെ. ഏതായാലും 5 ലക്ഷം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുള്ളൂ. ഇതിലിപ്പോൾ ഞാനാണ് നടത്തിപ്പിക്കാറ്, അവർക്ക് കാശ് തരൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ അധ്വാനത്തിനും വകുപ്പ് കിട്ടണം. അതെങ്ങനെ? അത് മാലിൻ്റെ ഈ സ്വഭാവം നോക്കുമ്പോൾ അത് ഷിർക്കത്താണ്. എന്നാൽ എനിക്കെന്ത് പറ്റും? ഞാൻ ഈ 1 ലക്ഷം വാങ്ങുന്ന ആളോട് എന്ത് പറയുന്നു? ഓരോരുത്തരോടും അവൾ നേരത്തെ ഒരാമിലും മാലിക്കുന്നു മിനിമം സങ്കല്പിച്ചതാണ്. മാലിക്കുകൾ എത്രയും കൂടാം, ആമിലും കൂടാം. ഇപ്പം ഇവിടെ എത്ര ഉണ്ട്? പുറത്തുനിന്ന് ഞാൻ 4 ആളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ 1 ലക്ഷം തരിക, ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ കാശിൻ്റെ കൂടെ കൂട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തും. നിങ്ങൾ തരുന്ന കാശ് മുഖേന ലഭിക്കുന്ന ലാഭത്തിൻ്റെ 50% നിങ്ങൾക്ക് തരും, 50% ഞാൻ എടുക്കും. 50 മസലൻ. അങ്ങനെ ഞാൻ ഈ ഓരോരുത്തരോടും പറഞ്ഞു. ഇപ്പം 4 ആളോട് എന്താ കരാർ? എന്താണ്? നിങ്ങൾ 1 ലക്ഷം എനിക്ക് തരിക, ഞാൻ അതുകൊണ്ട് ബിസിനസ് നടത്തും. അത് മുഖേന കിട്ടുന്ന നിങ്ങളുടെ കാശ് മുഖേന കിട്ടുന്ന ലാഭത്തിൻ്റെ 50% നിങ്ങൾക്കും 50% എനിക്കും. ഇപ്പം എന്തായി? 1 ലക്ഷം എൻ്റെ തന്നെയാണ്. അതിൽ കാശും എൻ്റെതാണ്, അമലും എൻ്റെതാണ്. അതുകൊണ്ട് അതിൻ്റെ ലാഭം മുഴുവനും എനിക്കാണ്. മറ്റേതിലൊക്കെ കാശ് അവരുടേതാണ്, അമലെൻ്റേതാണ്. കാശ് അവരുടേതായതിൻ്റെ പേരിലാണ് അവർക്ക് ലാഭത്തിൻ്റെ 50% കൊടുക്കുന്നത്. ടോട്ടൽ ലാഭത്തിൻ്റെ അല്ല, അത് മുഖേന കിട്ടുന്ന ലാഭത്തിൻ്റെ 50% അവർ. അമലിൻ്റെ മുക്കാബലയിലാണ് എനിക്ക് 50%. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ ലാഭം മൊത്തം ടോട്ടൽ ലാഭത്തിൽ നിന്ന് 5-1 ഓരോന്നിൻ്റെയും കിട്ടുമല്ലോ. അപ്പോൾ 5 ലക്ഷമാണ് ലാഭം കിട്ടിയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൽ 1 ലക്ഷം എനിക്കുള്ളത് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ മാല് മുഖേന തന്നെ കിട്ടിയതാണ്. അതിൽ ഞാൻ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് മാലും അമലും എൻ്റെതാണ്. 5 ലക്ഷം കൊണ്ട് നടന്ന ബിസിനസ് വലിയ ലാഭമാട്ടോ, പൗതി ലാഭം സെൻ്റെച്ചോടായിരിക്കും. അപ്പോൾ സെൻ്റെച്ചോടത്തിന് പൗതിയിലേറെ ലാഭമാണ് നമുക്ക്. അപ്പോൾ 5 ലക്ഷം കൊണ്ട് തുടങ്ങി ഒരു കൊല്ലം, ഒരു ഉദാഹരണം പറയുകയാണ്, 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം ലാഭമാണ്. 5 ലക്ഷം ഇഷ്ട ലാഭം കിട്ടി. അതിൽ 1 ലക്ഷം പൂർണ്ണമായി എൻ്റെതാണ്. കാരണം അത് എൻ്റെ 1 ലക്ഷത്തിൻ്റെ മുക്കാബിലയിൽ വന്നതാണ്. ഇനി അവർക്ക് ഓരോരുത്തർക്കും അവരുടെ മാലിൻ്റെ പേരിൽ വന്നത് 1 ലക്ഷമാണ് ഓരോരുത്തർക്ക്. അതിൻ്റെ 50% ഞാൻ എനിക്ക് കരാർ ചെയ്തിട്ടുണ്ട്, 50% അവർക്കുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഞാൻ 50,000 വീതം കൊടുത്തു. അവരിൽ നിന്നൊക്കെ 50,000 എനിക്കൊണ്ട് പോകുന്നു. ഇപ്പം എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 4-50 2 ലക്ഷം, പിന്നെ എൻ്റെതും ഇപ്പം 3 ലക്ഷം എനിക്ക് കിട്ടി. അവർക്ക് ഓരോരുത്തർക്കും 50,000 വീതം കിട്ടി. എന്തിപ്പം ചെയ്തത്? ഇവിടെ മാല് കണക്കാക്കുമ്പോൾ ശിർക്കത്തിൻ്റെ സ്വഭാവമുണ്ട്. എല്ലാവരും കാശെടുത്തതുകൊണ്ട്
ഞാൻ കാശ് മുടക്കിയപ്പോഴും എൻ്റെ കാശിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് അവരെ കാശ് കൊണ്ട് ബിസിനസ് ചെയ്യാൻ അവരേറ്റ് കരാറ് സമ്മതം വാങ്ങുകയും അത് മുഖേന കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം അവർക്ക് കരാർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവരും ഞാനും കൂടി ലാഭം പങ്കുവെക്കുന്നതിൽ രണ്ട് സ്വഭാവം വരും. ആദ്യം മൂലധനത്തിനനുസരിച്ച് ശിർക്കത്തിൻ്റെ നിയമം നോക്കും, പിന്നെ ആ കാശിന് വന്ന ലാഭത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് എനിക്ക് നിശ്ചയിച്ച കാശ് ഞാൻ ഇങ്ങോട്ട് എടുക്കും. വേണമെങ്കിൽ 4 ആളെ വിടുക, മിനിമം ഉദാഹരണം പറയാം. 2 ആളേ ഉള്ളൂ, ഞാനൊരു ലക്ഷം എടുത്തു, മറ്റൊരാൾ 1 ലക്ഷം എടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിൻ്റെ ടോട്ടൽ ബിസിനസ്സിലെ ലാഭം എന്നവിടെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ കാശ് മുഖേന ലഭിക്കുന്ന ലാഭത്തിൻ്റെ 50% നിങ്ങൾക്ക് തരാം, 50 എടുക്കും. 1 ലക്ഷം ഞാനും 1 ലക്ഷം അദ്ദേഹമായിരുന്നു. 10,000 രൂപയാണ് ലാഭം കിട്ടിയത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ. 10,000-ന് 2 ലക്ഷത്തിനാവുമ്പോൾ 1 ലക്ഷത്തിന് ഉണ്ടാകുന്ന വിഹിതം 5,000 ആയിരിക്കുമല്ലോ. 1,500 പൂർണ്ണമായി എൻ്റെതിൻ്റെ വകുപ്പിൽ വന്നതാണ്. 1,500 അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ട് കിട്ടിയ കാശിൻ്റെ ഡിസ്പ അനുസരിച്ചുള്ള ലാഭം. അതിൽ നിന്ന് എനിക്ക് 50% ഉണ്ടായതുകൊണ്ട് 2,500 ഇങ്ങോട്ട് പോരും. ഞാൻ 2,500 അദ്ദേഹത്തിന് കൊടുക്കും. ഇപ്പോൾ 10,000 രൂപ ലാഭം ഉണ്ടായപ്പോൾ എനിക്ക് 7,500 കിട്ടി, അദ്ദേഹത്തിന് 2,500 കിട്ടി. ഇപ്പം ഖിറാദും ശിർക്കത്തും കൂടി ഒന്നിച്ച് നടത്തി. ഇങ്ങനെയാവുമ്പോൾ ശമ്പളം നിശ്ചയിക്കേണ്ട പ്രശ്നമല്ല. ശമ്പളം നിശ്ചയിക്കാതെ കഴിച്ചിലാവുകയും ചെയ്യും, ഫസാദത്ത് കഴിച്ചിലാവുകയും ചെയ്യും. ഇപ്പം ശമ്പളം നിശ്ചയിക്കുകയാണ് വ്യാപകമായി നടക്കുന്നത്. ശമ്പളം നിശ്ചയിക്കുന്നത് ഈ 2 അക്കതിൻ്റെ മുക്തളക്ക് തന്നെ വിരുദ്ധമാണ്. കാരണം ഇത് മുക്തള ലാഭവും നഷ്ടവും രണ്ടാളെയും ബാധിക്കുന്നുള്ളതാണ്. ശമ്പളം നിശ്ചയിച്ചാൽ നടത്തിപ്പുകാരന് അവൻ്റെ അമൽ ഒരിക്കലും നഷ്ടമാകില്ല. കാരണം അവൻ്റെ അമലിൻ്റെ പേരിൽ അവന് ലാഭം കിട്ടുന്നുണ്ട്. ഞാൻ ഈ വിഷയാവതരണം ഇവിടെ നിർത്തുക. ഇങ്ങനെ പറ്റുമോ? നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, ഇതിന് ഈ വാർത്ത വേണ്ടതെന്ന്. എവിടെയെങ്കിലും കുട്ടികളോടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റൂലല്ലോ, ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം. ഫതാവൽ കുബറ 3-ാം വാള്യം 109-ാം പേജ്. ഇങ്ങനെ പോരുമ്പോൾ ധൃതിയിൽ ഇങ്ങനെ കുറിച്ചതാണ് കേട്ടോ, ഒരുങ്ങിയ ക്ലാസ് അല്ല. വസുഇല അമ്മൻ ഖാറള, നീണ്ട ഒരു ചോദ്യമാണ്. അതിൽ പറയുന്നത് ഒരാൾ മറ്റൊരാളായി ഖിറാദ് നടത്തി. അവിടെ ആദ്യം ഖിറാദ് മാത്രമാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരു ഖിറാദ് നടത്തി, 1 കൊല്ലം കഴിഞ്ഞു. ആ ചരക്കുകൾ മൊത്തം നാണയമാക്കി മാറ്റി. എന്നാൽ 1 കൊല്ലമൊക്കെ വിറ്റ് തീർന്നു, കാശ് കയ്യിലെത്തി. കാര്യമായിട്ട് ലാഭമൊന്നുമില്ല. ഇനി ലാഭം ഉണ്ടാവണമെങ്കിൽ ഇതിക്ക് കുറച്ചും കൂടി കാശ് കൂട്ടണം. ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ഈ ചോദ്യം അവിടേക്കാണ്. ഞാൻ ആദ്യം ഖിറാദ് മാത്രം നടത്തി, പിന്നെ കുറച്ച് മുന്നോട്ട് പോയി മൊത്തം ചരക്ക് വിറ്റ് തീർത്ത് കാശ് കിട്ടി, അപ്പം ലാഭമല്ല. അപ്പം എന്ത് ചെയ്തു? അഹദൽ ആമിലു മാലൻ മിൻ ഇന്ദിഹി, ആമിലും കൂടി കുറച്ച് കാശ് അതിൽ കൂട്ടി. ഞാൻ ആദ്യം എടുത്തിട്ട് ഇപ്പം കൂട്ടുകയാണ്. അപ്പം ആദ്യം ഖിറാദ് മാത്രമായി തന്നെ ആദ്യം ഞാൻ ഒരാളിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങി. അതുകൊണ്ട് ഞാൻ ബിസിനസ് നടത്തി, വാങ്ങിയ ചരക്ക് മൊത്തം വിറ്റ് കാശാക്കി തീർത്തു. അപ്പോൾ നോക്കുമ്പോൾ കാശ് 1 ലക്ഷം തന്നെ ഉള്ളൂ. അപ്പം അതിൽ ലാഭം വന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ വക 1 ലക്ഷം കൂടി അതിലേക്ക് കൂട്ടി. എന്നിട്ട് 2ഉം കൂടി കൂട്ടിക്കലർത്തി ഒന്നിച്ച് നടത്തി. ബിഇദ്നിൽ മാലിക്, ആ കാശ് തന്നവൻ്റെ സമ്മതപ്രകാരം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ലാഭം ഇനി എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത്? ഫഅജാബ റളിയല്ലാഹു അൻഹു ഇൻ ജറാ ദാലിക ബഅദ ഫസ്ഖി അഖ്ദിൽ ഖിറാദി, ആദ്യം നടത്തിയ അഖ്ദുൽ ഖിറാദ് ഫസ്ഖ് ചെയ്തുകൊണ്ടാണ് ഈ 2ാമത് സംവിധാനം നടത്തിയതെങ്കിൽ ഫഹുവ മഹ്ദു ശിർക്കത്തിൻ, ഇപ്പോൾ അത് തനി ശിർക്കത്ത് മാത്രമാണ്. അപ്പം പിന്നെ അതിൽ ശിർക്കത്തിൻ്റെ നിയമമനുസരിച്ചേ ലാഭം പങ്കെടുക്കാൻ ഓരി വെക്കാൻ പറ്റുള്ളൂ. ശിർക്കത്തനുസരിച്ചാകുമ്പോൾ മൂലധനത്തിന് ആനുപാതികമായി ലാഭം വാഹരി ചെയ്യപ്പെടണം. അതേസമയം ഇല്ല, നേരത്തെ നടത്തിയ ഖിറാദിനെ ഫസ്ഖ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ ശിർക്കത്ത് നടത്തിയത്. എന്നാൽ ഖിറാദ് നേരത്തെ നടത്തി, പിന്നെ ആരും കൂടി കാശെടുത്തു? ആമിലും കൂടി കാശെടുത്തു. നേരത്തെ ആമിലിൻ്റെ കാശില്ല, അപ്പം ആമിലും കൂടി കാശെടുത്തി. അത് നേരത്തെ അഖ്ദുൽ ഖിറാദിനെ ഫസ്ഖ് ചെയ്യാതെയാണ്. എന്നാൽ സ്വഹത്തി ശിർക്കത്തു മഅ ബഖാഇ അഖ്ദിൽ ഖിറാദി അലാ ഹാലിഹി, ഖിറാദ് അങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ശിർക്കത്ത് കൂടെ ചേർത്തിയാൽ സഹിയാകും. അങ്ങനെ വരുമ്പോൾ ഫയുഅമലു ഫിർരിബിഹി ബിമുഖ്തലൽ അഖ്ദൈനി, ശിർക്കത്തിൻ്റെയും ഖിറാദിൻ്റെയും കൂടി നിയമം പാലിച്ചുകൊണ്ടാണ് അവിടെ ലാഭം പങ്കുവെക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ സങ്കല്പിക്കണേ. ഫൈൻ തസാവയാ ഫിൽ മാലി, ആദ്യം 2 ആളും കാശെടുത്ത് തുല്യമാണെങ്കിൽ, 1 ലക്ഷം ഞാനും 1 ലക്ഷം അദ്ദേഹം, ഫർരിബ്ഹു ബൈനഹുമാ നിസ്ഫൈനി,
ആദ്യം ലാഭത്തെ പകുതിയായി കാണണം എന്ന് പറഞ്ഞാൽ മൂലധനത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് 10,000 ലാഭം കിട്ടിയപ്പോൾ 5,000 എൻ്റെ 1,00,000-ൻ്റെ മുക്കാബലയിൽ കിട്ടിയത് 5,000 അദ്ദേഹത്തിൻ്റെതും. ഇനി ഒലിൽ ആമിലിനെ കൊണ്ട് മിൻ ഹിസ്സത്തിൽ മാലിക്കിൻ്റെ വിഹിതത്തിൽ നിന്ന് മാ കാന ശുരിത്തലഹു മിനൽ റിബിഹി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 10,000 കിട്ടിയപ്പോൾ 7,500. 5,000 എൻ്റെ തന്നെ പണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പേരിൽ, 2,500 അദ്ദേഹത്തിൻ്റെ കാശിൽ ഞാൻ അമൽ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കാശ് മുടക്കേണ്ടി വരും. ഈ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുഹഫ 6-ാം വാള്യം 85-ാം പേജിൽ നോക്കിയാലും ചെറിയ തോതിൽ ഇങ്ങനെ മറ്റു ചില കിതാബുകളുടെ ഇബാറത്ത് പരാമർശിക്കുന്നിടത്ത് ആമില് സമ്മതത്തോടുകൂടി അവൻ്റെ മാലുമായി മാലിക്കിൻ്റെ മാലിനെ ഖൽത്ത് ചെയ്തുകൊണ്ട് നടത്തുന്ന സംവിധാനം പറയുന്നുണ്ട്. ഇമാം അർദബി റഹ്മത്തുള്ളാഹി അൻവാറിൽ അത് ഇത്തിരി വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഫത്താവക്ക് അനുകൂലമായ ഇബാറത്തുകൾ വേറെയും ലഭ്യമാണ് എന്ന് ചുരുക്കം. ഈ ഒരു രീതി ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് അധികവും മഹ്ലൻ ഖിറാദല്ല കൂടുതലും നടക്കുന്നത്. അധികവും നമ്മളായിട്ട് ബന്ധപ്പെടുന്നത് ഇപ്പം നമ്മളൊക്കെ ഓരോ ടൗണിൽ പോയാലും നമ്മളെ പള്ളിക്ക് വരുന്ന ആചാര്യന്മാരും ഇപ്പം മൂല്യന്മാരുണ്ട്, പിന്നെ കുറച്ചേരം പിന്നെ പറയാം. അത് അധികവും ശിർക്കത്താണ്. പക്ഷെ ശിർക്കത്തിനും ശമ്പളം നിശ്ചയിക്കാൻ പറ്റില്ല. ശമ്പളം നിശ്ചയിക്കുന്നുണ്ട്. വിദേശത്തുള്ളിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓല് ചിലപ്പോൾ സമയം മാറ്റിക്കൊണ്ടായിരിക്കും. ഒരു കൊല്ലം ഒരാൾ നടത്തും, മറ്റേ കൊല്ലം മറ്റാൾ നടത്തും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ തഫ്സീലിലേക്ക് കിടക്കണ്ട. അവർക്കൊക്കെ ഈ നിയമം ആവശ്യമായി വരും. അല്ലെങ്കിൽ പിന്നെ മഹലൻ ഇജാറത്തായി വെക്കണം. മഹലൻ ഇജാറത്താകുമ്പോൾ നടത്തിപ്പുകാരന് ഖിറാദും ശിർക്കത്തുള്ള നടത്തിപ്പുകാരന് ജോലിക്കാരൻ എന്നുള്ളൊക്കെ നിശ്ചയിച്ച ഉജ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ലാഭവും നഷ്ടവും ബാധിക്കൂല. ഇങ്ങനെ വരും. ഇപ്പം വിദേശത്തൊക്കെ നമ്മൾ പലരും കാശെടുത്ത് നടക്കുന്നത് ചിലപ്പോൾ ഒരു കൊല്ലം ഒരാൾ നടത്തും, ലാഭം 2 കൂടി പങ്കിടും. പിറ്റത്തെ കൊല്ലം മറ്റാൾ നടത്തും, ലാഭം 2 കൂടി പങ്കിടും. അതൊക്കെ നമ്മുടെ ഫിഖ്ഹിൽ ഒന്നിനിക്കൽ മഹ്ലൻ ഇജാറത്തിലേക്ക് വരുത്തണം. മഹ്ലൻ ഇജാറത്താകുമ്പോൾ നടത്തിപ്പുകാരൻ കേവല അജീർ മാത്രമാണ്. ലാഭനഷ്ടത്തിൽ അയാൾക്കൊരു അവകാശം ഉണ്ടാകില്ല. അത് ഖിറാദ് ശിർക്കത്താണെങ്കിൽ പിന്നെ നടത്തിപ്പുകാരൻ്റെ ശമ്പളം നിശ്ചയിക്കുന്നത് അതിൻ്റെ മുക്തദക്ക് വിരുദ്ധവുമാണ്. അവിടെയൊക്കെ നമ്മൾ ഈ ശിർക്കത്തിൻ്റെയും ഖിറാദിൻ്റെയും നിയമം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ സാഹചര്യത്തിൽ ഇത് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ശമ്പളം നിശ്ചയിക്കുക എന്ന് പറയുന്ന ആ മുക്തദല്ലാക്കതിന് മുനാഫിയ സംഗതി ഒഴിവാക്കാവുന്നതാണ്. ആർക്കും നഷ്ടം വരികയും ഇല്ല. ഇനി അത് നിർത്തി. ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുള്ളവർ, ഒരുപാട് ആളുകൾ ഏതെങ്കിലും കച്ചവടത്തേക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, ലാഭം വാങ്ങുന്നത്. ഇന്ന് വ്യാപകമായി കൊടുക്കുന്ന ഒരു രീതി എന്ത് ചെയ്യും? ബിസിനസ്സുകാർ ഇങ്ങോട്ട് ആവശ്യപ്പെടും, നിങ്ങൾ നമ്മളെ ബിസിനസ്സിക്ക് ഒരു 10 ലക്ഷം തരി, നിങ്ങൾക്ക് നമ്മൾ മാസവീതം അല്ലെങ്കിൽ കൊല്ലത്തിൽ ഇത്ര സംഖ്യ നിങ്ങൾക്ക് തരാം, നഷ്ടമൊന്നും നിങ്ങൾ അറിയണ്ട, നഷ്ടമൊന്നും അറിയണ്ട, നിങ്ങൾക്ക് മാസവീതം നമ്മൾ ഇത്ര സംഖ്യ തരും. നേരത്തെ നിങ്ങൾ 2 മാസം മുൻകൂട്ടി അറിയിച്ചാൽ നിങ്ങൾ തന്ന കാശ് അതേമാതിരി തിരിച്ചടക്കും. ഇതാണ് ഇപ്പം വ്യാപകമായി നടക്കുന്ന രീതി. ആദ്യം തന്നെ ആവശ്യപ്പെടുന്നവർ അങ്ങനെ പറയും, നിങ്ങൾ ബിസിനസ് കുറച്ച് കാശ് തരണം, ഇത്ര സംഖ്യ നിങ്ങൾ ബിസിനസ്സിക്ക് തന്നാൽ ഇത്ര ലാഭം നിങ്ങൾക്ക് തരാം, ഇത്ര സംഖ്യ നിങ്ങൾക്ക് തരാം ലാഭം. നിങ്ങൾ ചോദിക്കുമ്പോൾ ആ കാശ് തിരിച്ചു തരും, ലാഭം നഷ്ടം നിങ്ങൾ അറിയണ്ട. കൊടുക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പറയാം, എനിക്ക് കാശ് ഏതാണെന്ന് തിരിച്ചിട്ടുണ്ട്, ആ കാശ് എനിക്ക് തിരിച്ചു തന്നാൽ നഷ്ടപ്പെടരുതേ, എന്നാൽ ലാഭം വേണേ. ഇങ്ങനെ അത് വ്യാപകമായി നടക്കുന്നത് അധികവും അങ്ങനെയാണ്. നിയമാനുസൃതമാക്കി മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ എന്ത് അക്കതിലാ പെടുക? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് തത്തുല്യമായ ഒരു ചോദ്യം ഫത്താവുൽ കുബ്രയിൽ കാണുന്നുണ്ട്. ഖിറാദിന്റെ ഭാഗം തങ്ങളെ അപ്പോൾ ഫത്താവുൽ കുബ്രയിൽ കാണാം, സുഇല അൻ റജുലിൻ ദഫഅ മിഅത്തൻ ലിആഖർ ബിശർത്തി അന്നഹു യുസല്ലിമു ഇലൈഹി 120 സവാഉൻ റബിഹ ഔ ഖസ്റ. ചോദ്യത്തിൻ്റെ മർമ്മേ ഞാൻ വായിച്ചിട്ടുള്ളൂ. 100 രൂപ കൊടുത്തു, 20 രൂപ ലാഭം തിരിച്ചു തരണം. അപ്പം 100 കൊടുത്ത് 120 തരണം. അതിൽ പിന്നെ മാസം വർഷമൊന്നുമില്ല. മാസം വർഷം എന്നുള്ളൊക്കെ ഒരു ഉദാഹരണമാണ്. മാസവീതം എന്ന് പറഞ്ഞാലും ഇനി മാസവും സമയമൊന്നുമില്ല, ടോട്ടൽ എനിക്ക് ഇത്ര ലാഭത്തോടു കൂടി തിരിച്ചു തരണം. അങ്ങനെ ഉണ്ട്. 1 ലക്ഷം മുടക്കിയാൽ 12 മാസം കഴിഞ്ഞാൽ 1,12,000 തിരിച്ചിട്ടും ഇരിക്കട്ടെ, അങ്ങോട്ടൊന്നും ഇപ്പോൾ പോണില്ല. അപ്പോൾ ഇങ്ങനെയായാൽ 100 കൊടുത്തു 120 ലാഭമായിട്ട് 120 തിരിച്ചിട്ടണം. ഈ ഇടപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ വിശദമായ മറുപടിയുടെ മർമ്മഭാഗം ഫാജാബ റഹ്മത്തുള്ളാഹി ബിഅന്ന ശർത്തൽ മദ്കൂറ ബാത്തിലു, എങ്ങനെയായാലും എനിക്ക് ഇത്ര ലാഭം കിട്ടണം എന്ന 20 രൂപ ഏതായാലും ലാഭം കിട്ടുന്നുള്ള ഷർത്ത് ബാത്തിലാണ്. വ മുബ്തിലുൻ ലി അഖദിൽ ഖിറാദി,
അതുകൊണ്ട് ആ ഖിറാദ് ബാത്തിലാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് ശക്തമായ ഹറാമാണ്. لأنه من أكل أموال الناس بالباطل ومن أخذ بهذا الشرط مالا ഇങ്ങനെ വ്യവസ്ഥ ചെയ്തുകൊണ്ട് മാല വാങ്ങിയാൽ ഫഹുവ ആസിൻ, അവൻ കുറ്റക്കാരനാണ്, അവൻ നിയമം ലംഘിച്ചവനാണ്, തെറ്റ് ചെയ്തവനാണ്. ആസിബുൻ, അവൻ കുറ്റക്കാരനാണ്. ഫഅലൈഹി തൗബ, അവൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. വറുജൂ ഇലല്ലാഹി തആല, ശരീഅത്തിന്റെ നിയമത്തിലേക്ക് അത് പൊളിച്ചെയ്തൽ നിർബന്ധമാണ്. ലാഭം മുഴുവനും മാലിക്കിനാണ് എന്ന് പറഞ്ഞ് തുടർന്ന ചർച്ച. ഖിറാദിൻ്റെ ബാബിൽ ആ ഒരു ചോദ്യം ഉത്തരം തന്നെ ഉള്ളൂ. ഫത്താൽ കുബറിയിലെ 3-ാം വാള്യം 111. ഇപ്പം വ്യാപകമായി നടക്കുന്ന ആ ഒരു രീതി, ഒന്നിനിക്കൽ അത് ഖിറാദും ഫാസിദാകും, അതിനിപ്പോൾ ഈ മറുപടി നല്ല ഫിറ്റാണ്. അല്ലെങ്കിൽ അത് ഖർളാണെന്ന് വന്നാൽ, കാശിനിക്ക് ഏതായാലും തിരിച്ച് കിട്ടണം, ഞാൻ ചോദിക്കുമ്പോൾ കാശിൻ്റെ തിരിച്ച് കിട്ടണം, എനിക്ക് ലാഭത്രയും കിട്ടണം എന്നും കൂടിയൊക്കെ വന്നാൽ ഖിറാദ് എന്നുള്ള സ്വഭാവം ഒന്ന് മാറി ഖർളിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട്. ഖർളാണെങ്കിൽ ബിഷർത്തിൽ മംഫയത്താവുമ്പോൾ അത് റിബൽ ഖർളാവും ചെയ്യും. എന്നാൽ ഒരു പക്ഷേ റിബൽ ഖർള് അല്ലെങ്കിൽ ഖിറാദ് ഫാസിദ്. ഖിറാദ് ഫാസിദ് എന്ന രൂപത്തിലാണ് ഈ ഫത്താവൽ ഇബ്നു ഹജർ റഹിമഹുള്ള വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. എന്നിട്ടും മറുപടി ഗൗരവമാണ്. മുഹറമുൻ ശദീദു തഹരീമി വമൻ അഖദ മാലൻ ബിഹാദ ശർത്തി ഫഹുവ ആസിൻ ആസിമുൻ അലൈഹി തൗബത്തു വറുജൂ ഇലല്ലാഹ് എന്നാണ് മറുപടിയുടെ ഭാഗത്ത്.